നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പാലക്കാട് MLA രണ്ടാഴ്ചയായി ഒളിവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. ബംഗളൂരുവിൽ താമസിക്കുന്ന മലയാളി പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിലാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പരാതികളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ ഒളിയിടത്തിൽ തന്നെ രാഹുൽ തുടരുന്നതാവും നല്ലത് എന്ന് തോന്നും. മാന്യതയുള്ള ആർക്കും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും നാണക്കേട് തോന്നുന്നത്ര മോശപ്പെട്ട വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നതൊക്കെയും. അത്തരമൊരു നാണക്കേട് രാഹുലിന് ഉണ്ടോ ഇല്ലയോ എന്നത് ഇനി കണ്ടു തന്നെ അറിയേണ്ടി വരും. ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാർട്ടി ഒഴിവാക്കി, തൊട്ടു പിന്നാലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഒടുവിൽ രേഖാമൂലം പരാതി വന്നതോടെ പാർട്ടിയിൽ നടക്കം പുറത്താക്കി. പക്ഷെ അപ്പോഴും രാഹുലിനെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുന്ന ചിലരെങ്കിലുമുണ്ട്. അന്ധമായ പിന്തുണ കൊണ്ട് സമനില തെറ്റിയ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ അതിജീവിതയെ അപമാനിച്ചതിൻ്റെ പേരിൽ ഇപ്പോഴും ജാമ്യം കിട്ടാതെ അകത്തുമാണ്. എന്തായാലും നാളെ പാലക്കാട് വോട്ട് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തും എന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന മാത്രമാണിത്. അങ്ങനെ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവ് ജീവിതം. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. ഒളിവ് ജീവിതം മതിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. പ്രദീപ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കേസിൽ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യം ഉപാധികളോടെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. 12 ദിവസമായി ഒരു കേരളത്തിലെ MLA ഒളിവിലാണ്. നാണക്കേടാണ് ആകെ കേരളത്തിന് തന്നെ. എന്താവും ഇനി അയാളുടെ ഭാവി, അടുത്ത നീക്കങ്ങൾ? കോടതിയിലൊക്കെ ചെന്നിട്ട് ജാമ്യം കിട്ടണമെന്ന് ആലോചിക്കുമ്പോഴോ എല്ലാ കോടതിക്കും ജാമ്യമാണ്. ദിലീപിന് കിട്ടി, രാഹുലിന് കിട്ടി. ഇയാൾക്കൊക്കെ നല്ല സഹായം കർണാടകത്തിൽ കിട്ടുന്നുണ്ട്, നല്ല ഒളി താമസിക്കാന്. പോലീസും ചില കാര്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കണമെന്ന് തോന്നുന്നു. ഇപ്പൊ 2 ആഴ്ച പറ്റും കാരണക്കാരന് മണിക്കൂർ വെച്ച് പിടിക്കാന്. ഇത് 2 ആഴ്ചയായിട്ട് ഇയാള് എവിടെയാന്ന് പോലും അറിയാൻ പറ്റില്ല പോലീസുകാർക്ക്. അയാളെ സുഖമായിട്ട് ഒന്ന് ഔട്ട് ചെയ്തിട്ട് തോന്നുന്നു. അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അറസ്റ്റ് ചെയ്തതും വിട്ടേക്കട്ടെ. അതാണ് നടക്കാൻ പോകുന്ന സംഭവം, വേറെ ഒന്നുമില്ല. എന്ത് അത് കേസ് കളിയാനും പോകുള്ള അയാളെ സുഖമായിട്ട് പുറത്തേക്ക് നടക്കുകയും ചെയ്യും. ജനങ്ങൾ വേറെ തീവ്രം അത്രേ ഉള്ളൂ. ഇങ്ങനെ വരാൻ സാധ്യതയുള്ളൂ. താങ്കൾക്ക് അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ ഇല്ല ഇതില്ല പ്രദീപ്? ഇത് വലിയ ടീമുകളല്ലേ, വലിയ ടീമുകളൊക്കെ ഇങ്ങനെ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന ഒരു സാഹചര്യത്തിലാണോ താങ്കൾക്ക് ഇങ്ങനെ ഒരു അശുഭ പ്രതീക്ഷ? പല ആൾക്കാരും കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നത്, പുള്ള മരം വരെ ഇങ്ങനെ നീണ്ടുപോകും. ഇല്ല അകത്തൊന്നും പോകാൻ പാടില്ല, നോക്കിയല്ലേ മരിച്ചില്ല. നമുക്ക് കാണാതെ വലിയ ടീമുകൾ അതൊന്നും നടക്കുന്ന കേസല്ല. അല്ലെങ്കിൽ ജാമ്യം കിട്ടുമായിരുന്നു. 2 കേസിനും ജാമ്യം കിട്ടി. അതല്ല സംഭവം, അതാ ഏറ്റവും വലിയ ദുഃഖം. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം ശക്തമാണ്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ രണ്ടാമത്തെ കേസിലും മുൻകൂർ ജാമ്യം ഉപാധികളോടെ ആണെങ്കിലും അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടി തന്നെ വന്ന് ബലാത്സംഗ പരാതി അടക്കം ഉന്നയിച്ച കേസാണ്. അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും എന്താവും അയാളുടെ ഇനി തുടർ നീക്കങ്ങൾ? നമസ്കാരം. പിന്നെ ആദ്യം പെൺകുട്ടി കൊടുത്തില്ല, അപേക്ഷയിൽ ഫുള്ളായിട്ടൊന്നുമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാം ഫുള്ളായിട്ടുള്ളത് കൊടുത്തു എന്നും പറഞ്ഞു. പിന്നെ ഒക്കെ വേണ്ടതുപോലെ ആക്കിയിരിക്കണ്. ആ കുട്ടിനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് മുഴുവൻ ചെയ്തിരിക്കണ്. അവന് ക്രൂരമായിട്ടുള്ളത് ചെയ്യാനേ അറിയുള്ളൂ. എല്ലാവർക്കും സാവകാശമുള്ളതാ അറിയാം, അത് ആസ്വദിച്ച് ചെയ്യണം. പിന്നെ ഇത് അതൊന്നുമില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ ആ കോൺഗ്രസ്സുകാരന് ഇപ്പൊ രണ്ടാമത് ജാമ്യം കിട്ടിയിരിക്കണ്. രണ്ടാമത് ജാമ്യത്തിന് ഇനി കൊടുക്കാൻ പോലെ നിൽക്കും ചെയ്യാണ്. അപ്പൊ ഓനെവിടെ ഇല്ലേ എന്നുള്ളത് അറിയാന് ആ ഓന്റെ തുണക്കാരൻ കോൺഗ്രസ് ഉണ്ട്, ആ പറമ്പിൽക്കാരനെ അറിയും ഓനെവിടെ ഇല്ലേ എന്നുള്ളത്. അപ്പൊ എന്നാ പറമ്പിൽക്കാരനെ കണ്ട എല്ലാരും വെളിച്ചത്താവും, ഓനെ പിടിച്ചോടുന്നാൽ മതി. അത്രേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. പ്രേമനാണ് വിളിക്കുന്നത്. പ്രേമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ
രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും അദ്ദേഹത്തിനെതിരായ ബലാത്സംഗ പരാതിയിലും ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. നാളെ വോട്ട് ചെയ്യാൻ വരും എന്നൊക്കെയാണ് ചില കിംവദന്തികൾ കേൾക്കുന്നത്. ഉറപ്പായിട്ട് ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെയൊക്കെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ട് നമുക്കതൊന്നും നിഷേധിക്കാനും കഴിയില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നാണവും മാനവും ഇല്ലാതെ ആളാണെന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയല്ലേ. കാരണം അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും സ്ഥാനാർത്ഥി നിർണയത്തിനെല്ലാം വന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം അവരെ സംരക്ഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നമ്മൾ അടൂർ പ്രകാശ് പറഞ്ഞത് കണ്ടിട്ട് ദിലീപിന്റെ കേസിൽ. അപ്പോൾ ആ കേസല്ലേ ഈ കേസിൽ, പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഈ കേസിൽ ശ്രീ പ്രേമൻ പ്രേമൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അല്ല, പ്രേമൻ ചോദിച്ചോട്ടെ, ഈ സമാനമായി പ്രേമൻ അങ്ങനെ പറയുമ്പോൾ മറ്റു പാർട്ടിയിലെയൊക്കെ നേതാക്കൾക്കെതിരെ സമാനമായ രീതിയിലേക്ക് ഇത് ഇത്തരത്തിലുള്ളതോ അല്ലെങ്കിൽ മോശമായതോ ആയ നിരവധി ഇത്തരത്തിലെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊന്നും ആ പാർട്ടികളൊന്നും ഈ തുടക്കഘട്ടത്തിലൊന്നും അവരെ ഒന്നും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, പലർക്കും പിന്നീട് വലിയ പദവികളൊക്കെ നൽകുകയും അവർക്ക് വലിയ സ്ഥാനങ്ങളിലേക്കൊക്കെ അവരെ കയറ്റിയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ ശ്രീ പ്രേമൻ, അപ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച ഒരു നിലപാട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് മോശമാണ്, ആ പാർട്ടി മോശമാണെന്ന് പറയാൻ കഴിയും? അല്ല, കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയല്ലേ? തികച്ചും ശരിയല്ല. അതെന്താണ് ശരിയല്ലാത്ത? മറ്റു പാർട്ടികളായിരുന്നെങ്കിൽ കേരളത്തിൽ CPM BJP ഒക്കെ സമാനമായ ആരോപണം വന്ന നേതാക്കളൊക്കെ എങ്ങനെയാണ് സംരക്ഷിച്ചിട്ടുള്ളത്? അവരെല്ലാം സംരക്ഷിക്കുകയല്ലായിരുന്നോ? ഡസൻകണക്കിന് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, പല ആളുകളും കോൺഗ്രസിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ആ പരാതി കൈമാറിയില്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ? താങ്കൾ ഏത് പാർട്ടിയാണ്? ഞാൻ ഏത് പാർട്ടിയെന്നല്ല, ഞാൻ ചോദിക്കട്ടെ, എന്നാൽ പോട്ടെ, താങ്കൾ എന്തായാലും കോൺഗ്രസിനെതിരായി നിൽക്കുന്ന CPM BJP ഏതെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ രണ്ട് പാർട്ടികളിൽ നിന്നും ഏതെങ്കിലും പാർട്ടിക്ക് കിട്ടിയ പരാതികൾ ആ പാർട്ടിക്കാർ പോലീസിന് കൈമാറിയിട്ടുണ്ടോ? സംസാരിക്കാറുള്ളൂ. അതെ, ന്യായമായുള്ള കാര്യം ഇത്തരത്തിൽ ന്യായമായിട്ടേ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് എങ്ങനെ പ്രേമന ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. പറയൂ. ഞാൻ ചോദിച്ചതിന് കേട്ടില്ലേ? അതെ, കേട്ട്. CPM BJP അവർക്ക് സമാനമായ രീതിയിലേക്ക് ഈ തരത്തിലേക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടെ പരാതി കിട്ടിയപ്പോൾ ആ പരാതിക്ക് ഏതെങ്കിലും പോലീസിൽ കൈമാറിയിട്ടുണ്ടോ? ആരോപണം വന്നപ്പോഴൊക്കെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ നടപടി സ്വീകരിച്ച ആളുകളൊക്കെ ഇപ്പോൾ സുപ്രധാനമായ പദവികളിലൊക്കെ ഇരിക്കുകയാണല്ലോ. നിങ്ങൾ ആരോപണങ്ങളല്ലേ? ആരോപണം ഞാൻ ചോദിച്ചത്, ഇത് ഇയാൾക്കെതിരെയും ആരോപണമല്ലേ? മുകേഷിന്റെ കാര്യം നിങ്ങൾ എടുത്തു പറയാ. മുകേഷ് മാത്രമല്ലല്ലോ, ബാക്കി പാർട്ടിയുടെ എത്ര നേതാക്കൾക്കെതിരെ വന്നിട്ടുണ്ട്? ആരും CPM-ന്റെ വല്ല മറ്റേതെങ്കിലും പാർട്ടി, CPM മറ്റേത് പാർട്ടികളായാലും ശരി, 11 വർഷം മുമ്പിൽ എന്തോ വഴി നടന്നു പോകുമ്പോ എന്തോ. ശ്രീ പ്രേമൻ അങ്ങനെയാണോ? കണ്ണൂരുകാരനാണല്ലോ, ശ്രീ പിണറായിക്കാരനാണല്ലോ പ്രേമൻ. പറയുന്നത് മുകേഷിനെ പറ്റി. ശ്രീ പ്രേമൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിക്കുന്നേ കൊണ്ടൊന്ന് കേൾക്കൂ. ശ്രീ പ്രേമൻ ഒന്ന് കേൾക്കൂ. താങ്കൾ കണ്ണൂരുകാരനാണല്ലോ. കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ തന്നെ പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ കണ്ണൂരിലെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ് തന്നെ പരാതി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ മകളും അടക്കമുള്ള പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും കാര്യത്തിൽ ഈ CPM അങ്ങനെ ഒരു മാതൃകാപരമായ നിലപാട് സ്വീകരിച്ചോ? തീർച്ചയായിട്ടും നടപടി സ്വീകരിച്ച അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് നടപടി സ്വീകരിച്ച് പുറത്തിരുത്തിയിട്ട് ഇപ്പൊ എത്രയോ വർഷങ്ങൾക്കണക്കിന് പുറത്തിരുത്തിയിട്ട്. അതുകൊണ്ട് അത്തരം തെറ്റ് തിരുത്തി എത്രയോ വർഷക്കണക്കിന് ഇത്തരം ആരോപണത്തിന്റെ കോടതിക്ക് പോലീസിന് കൈമാറിയായിരുന്നോ പരാതി? പേരിൽ മാത്രം, ആരോപണത്തിന്റെ പേരില് പ്രേമൻ അങ്ങനെ ആരോപണത്തിന്റെ പേരിലാണെങ്കിൽ പാർട്ടി കമ്മീഷനെ വെക്കുകയും അന്വേഷിക്കുകയും ഒന്നും ചെയ്യില്ലല്ലോ. പിടിച്ച് ദേഹാസകലം മുറിവേൽപ്പിച്ച ഒരു സംഭവം അടക്കം ഉണ്ടായ സംഭവമാണ്. ഇത് സാധാരണ നിങ്ങൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായത്തെ പ്രത്യേകമായ നന്ദി. ശ്രീ പ്രേമനാണ് സംസാരിച്ചത്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഈ സമയത്ത് വായിക്കാനുണ്ട്. ഹേ കിരൺ, നമസ്കാരം. രാഹുൽ പുറത്തു വരണം എന്ന് പറയുന്നു. അരുന്ധതി കോലപ്പറമ്പത്താണ് പറയുന്നത്. AK കൃഷ്ണൻകുട്ടി, ഇരകൾക്കൊപ്പമുള്ളവരും കരയുന്നു, വേട്ടക്കാരും വേട്ടക്കാർക്കൊപ്പമുള്ളവരും ചിരിക്കുന്നു, തട്ടഹസിക്കുന്നു എന്ന് പറയുന്നു. സദാനന്ദൻ KM പറയുന്നു, ശരി, മുകേഷ് തെറ്റുകാരൻ തന്നെ, ഇവൻ മുകേഷിനെ എന്ത് തെറി വിളിച്ചു, എന്നിട്ട് ഇതിലും വലുത് കാണിച്ചു എന്നൊക്കെ പറയുന്നു സദാനന്ദൻ പറയുന്നു. ശ്രീ രാജനാണ്, കൊല്ലത്തു നിന്നാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? സാധാരണഗതിയിൽ ഇതുവരെ പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശരിയാണെങ്കിൽ മാന്യതയുള്ള ലേശം അന്തസ്സുള്ള ഏത് മനുഷ്യനും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും മടിക്കും. പക്ഷേ രാഹുൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊന്നും അറിയില്ല. താങ്കൾക്ക് എന്ത് തോന്നുന്നു?
സാറേ, എനിക്ക് ആദ്യം പറയാനുള്ളത്, എനിക്ക് നിങ്ങളോടൊരു വളരെ വലിയ താങ്ക്സാ പറയാനുള്ളത്. കിരീട് സാറിന് പ്രത്യേകം നന്ദി. കാരണം മഹത്തായ 9ാം ദിവസം ഇത് ചർച്ചയ്ക്ക് എടുത്തതിൽ വളരെ വളരെ താങ്ക്സ്. പിന്നെ നാളെ വോട്ടിംഗ് ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് ഇത് വീണ്ടും എടുത്തതിന് വളരെ വളരെ താങ്ക്സ്. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ വലിയ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം 10,000 പിന്നെ കള്ള വോട്ട് ID കാർഡ് ഉണ്ടാക്കി പിന്നെ 8-9 പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്തില്ല. അതിൽ 2 പെണ്ണുങ്ങൾ മാത്രമേ ഇപ്പൊ പരാതി പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ക്യൂവിലാണ്. പിന്നെ മുണ്ടക്കൈ ചൂരൽമലയിൽ തിരിച്ച 88 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ വലിയ തെറ്റൊന്നും മറ്റുള്ള കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചോളം അത്ര വലിയ തെറ്റൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അതുകൊണ്ട് പുള്ളിയെ തിരിച്ചെടുക്കണം. കഴിയുമെങ്കിൽ KPCC ഓഫീസിൽ കൊണ്ടിരുത്തി ഒരു ഷോളോ വല്ലതൊക്കെ അണിയിച്ച് പുള്ളിക്ക് പുതിയ സ്ഥാനമൊക്കെ കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ട് എന്റെ അഭിപ്രായം ഇതാണ്. ശരി, ഓക്കെ. രാജനാണ് കൊല്ലത്തുനിന്നും പ്രതികരിച്ചത്. ശ്രീ ബാലകൃഷ്ണനാണ്, ബാലകൃഷ്ണൻ നായരാണ് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബാലകൃഷ്ണൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ 2ാമത്തെ ബലാത്സംഗ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. 14 ദിവസമായി ഒരു MLA ഒളിവിലാണ്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, കോടതി ജാമ്യം കൊടുത്തില്ലേ? മുൻകൂർ ജാമ്യം അനുവദിച്ചു. അയാളെ ഇനി അറസ്റ്റ് ചെയ്യാനാവില്ല. ഒരു കാര്യം, രാഹുലിനെ സംബന്ധിച്ച് ഒരു ചെറുപ്പക്കാരൻ, ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ സമയത്താണ് അബദ്ധം എല്ലാവർക്കും പറ്റുക. ബാലകൃഷ്ണൻ, ഏത് കാര്യത്തിലാണ് രാഹുലിന് ഭാവിയുള്ളത്? താങ്കൾ ഉദ്ദേശിച്ചത് ഏത് വിഷയത്തിലാണെന്ന് അറിയാനാണ്. അതിങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഇങ്ങനെ അലക്കുന്നത് ശരിയല്ല. ഇത് മിക്കവാറും ആളുകൾ ഒന്നും അറിയാതെ കണ്ടാണ്ട് അയാൾ വളർന്നു വരുന്ന ചെറുപ്പക്കാരനാണ്. അയാളെ പിന്നെ ശിക്ഷ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, ശ്രീ ബാലകൃഷ്ണൻ ഭാവിയുള്ള ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. രാഹുലിന്റെ 2 വിഷയത്തിലാണ്, ഒന്ന് രാഷ്ട്രീയത്തിലാണ്, മറ്റൊന്ന് പെൺകുട്ടികളെ ഇതുപോലെ ബലാത്സംഗം ചെയ്യുന്നതല്ലാണ്. ഇതിൽ ഏതിലാണ് ഭാവി എന്നാണ് താങ്കൾ കണ്ടത്? അല്ല, നിങ്ങൾ ഭാവിന്റെ കാര്യം, ഈ പ്രായം കടന്നു വന്ന ആളുകള് പിന്നെ കുറ്റം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള ഒരു തെളിവല്ലേ ഉള്ളൂ. പ്രായപൂർത്തി വലിയ ആളുകൾക്കൊക്കെ തന്നെ. ബാലകൃഷ്ണൻ, ഈ വരുന്ന ആളുകളെല്ലാം ഈ പ്രായത്തിലൂടെ കടന്നു വരുന്ന പുരുഷന്മാരെല്ലാം മറ്റ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയാണോ? അല്ല, അതല്ല, അത് ഇയാളെ കണ്ടുപിടിച്ചു. അല്ല, ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ബാലകൃഷ്ണനൊക്കെ അങ്ങനെ ബലാത്സംഗം ചെയ്തിട്ടാണോ ഈ പ്രായം കടന്നു വന്നത്? ന്യായീകരിക്കല്ല. ഒരു വ്യക്തിയെ എങ്ങനെ അലക്കുന്നത് ശരിയല്ല. നമ്മളാണോ അലക്കുന്നത്? ഓരോ സ്ത്രീകൾ വന്നിട്ട് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഹൃദയമുള്ള ഏത് മനുഷ്യനും ഹൃദയം പൊട്ടിപ്പോകില്ലേ? ആ തരത്തിലേക്കല്ലേ ഇയാളെ കൊണ്ട് ക്രൂരകൃത്യങ്ങളെ കുറിച്ച് പറയുന്നത്? ഇത് കേൾക്കി, ഓരോ ദിവസം വെച്ചിട്ട് ഇത് എന്തിനാണ് ഇതിങ്ങനെ ഈ എതിർ പാർട്ടികളെ കൊണ്ട് അഭിപ്രായം പറയിക്കാൻ ഇങ്ങനെ മെനക്കെടുന്നത്? അല്ല, താങ്കൾക്കും പറയാമല്ലോ, താങ്കളുടെ പാർട്ടിയിലുള്ളവർക്കും പറയാമല്ലോ. ഞങ്ങൾ പറഞ്ഞു എതിർ പാർട്ടിക്കാർ മാത്രം വിളിച്ചാൽ മതിയെന്ന്. താങ്കളുടെ പാർട്ടിയിലുള്ളവർക്ക് വിളിച്ചോട്ടെ. എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചോ, അയാൾക്ക് ജാമ്യം കിട്ടി, അയാൾ ഇനി നല്ല ആളായി. അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒരു MLA 14 ദിവസം ഒളിവിൽ കഴിഞ്ഞത്? അയാൾക്ക് ഞാൻ നിയമ നടപടികൾ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പുറത്തു വരാമായിരുന്നല്ലോ. 14 ദിവസം ഒരു കേരളത്തിൽ MLA ഒളിവിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ അത് സമീപകാലത്തൊന്നും അങ്ങനെ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നില്ല. അല്ല, പിന്നെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ കിട്ടുന്ന അനുഭവമൊക്കെ അയാൾക്ക് അറിയാലോ. അകാരണമായിട്ട് മർദ്ദിക്കുന്ന എങ്ങനെ ഒരു MLAക്ക് നിയമം അറിയാതെ ഒരു MLA പോലീസുകാർ അകാരണമായി മർദ്ദിച്ചാൽ അതിന് നിയമ സംവിധാനമില്ല ഈ നാട്ടിൽ? ഷാഫി പറമ്പിനെതിരെ തലക്കടിച്ചു. അതിനെതിരെയല്ലേ ഇപ്പോൾ കേസും അന്വേഷണം നടക്കുന്നത്? അയാൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ? ബാലകൃഷ്ണൻ, ഷാഫി പറമ്പിൽ ഒരു പൊതു സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഷാഫി പറമ്പിലിനെ മർദ്ദനമേൽക്കുന്നതും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം, അതിന് രണ്ട് തമ്മിലൊന്നും ഒരിക്കലും താരതമ്യം ചെയ്യരുത്. നേരിട്ടടിക്കുന്ന ഇയാളെ ജീവൻ തന്നെ കിട്ടൂല. അത്രയും പകയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട്. ഇയാൾ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. അതേസമയത്ത് ഈ രീതിയിലൊന്നും വേണ്ട. അപ്പൊ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് ചെറിയ തെറ്റ് വല്ലതും ആണോ ഈ രീതിയിലൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ? ചെറിയ തെറ്റോ വലിയ തെറ്റോ കോടതി തീരുമാനിക്കട്ടെ. അപ്പൊ താങ്കൾ പറയുന്നത് ഇയാൾ ഒളിവിൽ പോയത് പേടിച്ചാണ് ഒളിവിൽ പോയെന്ന്? അത് അല്ല, ഒളിവിൽ അവനാന്റെ സുരക്ഷിതം നോക്കല്ലോ. ആ രീതിയിൽ എല്ലാവരും പോവും. ഇപ്പൊ നിങ്ങളും പോവും, നിങ്ങളും ഞാനും ഒക്കെ പോവും. അതെന്തിനാണ് ഞാനും നിങ്ങളും ഒളിവിൽ പോകുന്നത്? അവനാന്റെ കാര്യം വരുമ്പോ എല്ലാരും പോകും. മനസ്സിലായില്ലേ? അപ്പൊ താങ്കൾ ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുകയാണ്? ന്യായീകരിക്കുന്നല്ല, ആ പിന്നെ ശിക്ഷ കോടതി തീരുമാനിക്കട്ടെ. ആ നടപടിയായിട്ട് മുന്നോട്ട് പോട്ടെ. അതെനിക്ക് പറയാനുള്ളൂ. എന്നും ഇതിനെപ്പറ്റി ഇങ്ങനെ വിഷയം എടുക്കുന്നത് ശരിയല്ല. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തെ കുറിച്ച്? സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. ഈ വിഷയത്തെ പറ്റി പറയാൻ എന്താ സാർ, നമ്മൾ പറയുന്നത് മുൻ പ്രേക്ഷകൻ പറഞ്ഞത് പ്രതികരിക്കാൻ പാടില്ല എന്നാ. പാലക്കാട് പബ്ലിക്കിന്റെ
കേരളത്തിലെ പബ്ലിക്കിന്റെ നികുതി പണം വാങ്ങിയിട്ട് അദ്ദേഹം ജീവിക്കുന്നത്. സാധാരണ ഒരു പൗരനല്ല ഒളിവിൽ പോയത്. 18,000 വോട്ടിന് പാലക്കാട് നിന്ന് ജയിച്ച ഒരു MLA ആണ്. ഇവർക്കെല്ലാം ഉളുപ്പുണ്ടോ ഇങ്ങനെ ന്യായീകരിക്കാൻ? പിന്നെ ഒരു കാര്യം കൂടി സാറിനോട് പറയാനുള്ളത്, പണവും അധികാരവും ഉണ്ടെങ്കിൽ ഏത് കേസും രക്ഷപ്പെട്ട് വരാമെന്ന് നമുക്ക് ഇന്നലെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിലേറെ നടക്കും. ഇത് 13-ാം തീയതി ജനകീയ കോടതി അന്ന് തുറക്കുന്നന്ന് ബോക്സ് തുറക്കുമ്പോ ജനകീയ കോടതിയിൽ ഇതിന്റെ വിധി കോൺഗ്രസിനാണ് ഇത് നാശം. രാഹുലിന്റെ ഭാവി നശിച്ചു കഴിഞ്ഞു. രാഹുലിന് ഏത് മണ്ഡലത്തിൽ നിന്നാലും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റിൽ നിന്നാൽ പോലും ജനം വോട്ട് ചെയ്യത്തില്ല. സ്ത്രീകൾ ഒട്ടും വോട്ട് ചെയ്യത്തില്ല. ഇദ്ദേഹം ഒന്നും പറയും പോലെയല്ല. ഇദ്ദേഹത്തിന് പെങ്ങന്മാരും സഹോദരിമാരും മക്കളൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പല സ്ത്രീകളെയും ക്രൂരമായി പീഡിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് ന്യായീകരിക്കുന്നു. മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് പ്രതികരിക്കാൻ പാടില്ല. ഇതെന്താ മാടമ്പിയോ? ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടം മാടമ്പിയ എടോ വിജയ എന്നൊക്കെ വിളിക്കുന്ന ഒരു മര്യാദയാണോ? ഒരു MLA, ഒരു സാധാരണ പൗരൻ പോലും ബഹുമാനീയ മുഖ്യമന്ത്രി എന്നാ പറയൂ. എടോ വിജയ MLA എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ മകനാകാനുള്ള പ്രായമില്ല. ബാക്കി എല്ലാ പ്രോട്ടോക്കോളും താങ്കൾ അവിടെ വെക്ക്. അദ്ദേഹത്തിന്റെ മകനാകാനുള്ള ഒരു പ്രായമുണ്ടോ അദ്ദേഹത്തിന്? എടോ വിജയ, ആ മാടമ്പിയെ പോലെയാണോ ഈ വിളിച്ച പ്രേക്ഷകനും കൂടി പ്രതികരിക്കുന്നത്? അതിനൊന്നും വിട്ടുതരില്ല. ഇത് ജനാധിപത്യ കേരള. അപ്പൊ അതുകൊണ്ട് ഇത് കോൺഗ്രസിന്റെ ഭാവിക്കുള്ള നാശ. 13-ാം തീയതി ബോക്സ് തുറക്കുമ്പോൾ ജനകീയ കോടതിയുടെ ഉത്തരവുണ്ടാവും സാർ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന് വിളിക്കുന്നത്. ശ്രീമതി ജയ, ഇപ്പോൾ രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. 14 ദിവസമായി ഒരു MLA ഒളിവിലാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. ജാമ്യം കിട്ടണ്ടായിരുന്നെന്നാണോ കിരണിന്റെ അഭിപ്രായം? എനിക്ക് ഞാനല്ലല്ലോ ശ്രീമതി ജയ ജാമ്യം കൊടുക്കുന്നതും ജാമ്യം കൊടുക്കാതിരിക്കുന്നതും. അതെ. നമ്മൾ വർത്തമാനം പറയുമ്പം ഈ നേരത്തെയൊക്കെ വിളിച്ച ആൾക്കാർ പറയുമ്പോ അവര് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മളല്ല ജാമ്യം കൊടുത്തത്, കോടതിയിൽ ഇരുന്ന ജഡ്ജിയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ആളുകൾക്ക് അഭിപ്രായം പറയാമല്ലോ. കോടതി ഒരു തീരുമാനം എടുത്തെന്ന് കരുതി അതിനോട് അഭിപ്രായം പറയാതൊന്നുമില്ലല്ലോ. അഭിപ്രായങ്ങളാ പറയുന്നത്. പച്ചയ്ക്ക് തിന്നാനുള്ള ഒരു ബാഹുലതയാണ് ഈ പറഞ്ഞ സംസാരിച്ചവർക്കുള്ളത്. ഒരു പയ്യനാണ്, അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ കോടതി അവനെ ശിക്ഷിക്കട്ടെ. 13-ാം തീയതി ഏതാണ്ട് കാണിക്കുമെന്നൊക്കെയാ പറയുന്നത്. ഒന്നും കാണിക്കാനില്ല. തോൽവിയും ജയവും ഒക്കെ എല്ലാവർക്കും ഉള്ളതാ, എല്ലാ പാർട്ടിക്കും ഉള്ളതാ തോൽവിയും ജയവും. ഈ ഒരു വിഷയം തന്നെ നിങ്ങൾ ഇങ്ങനിട്ട് ഡെയിലി പറഞ്ഞുകൊണ്ടിരുന്ന ഈ ശബരിമലയുടെ കാര്യവും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ലല്ലോ കിരണേ. ഈ ഒരു ഭയങ്കര കഥയങ്ങ് നിർത്ത്. നാണക്കേട്. നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഇതുള്ളതല്ലായിരുന്നു ഒരു ചാനലിന്. ഇതിങ്ങനെ വെച്ചോണ്ട് ഇരിക്കരുത് ഈ ഒരു ചാനലില്. ശ്രീമതി ജയ, കേരളത്തിലെ 140 പേരിൽ ജനപ്രതിയുള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരാളിനെതിരെ ഇത്ര അതിരൂക്ഷമായ ആരോപണങ്ങൾ വരുമ്പോൾ അത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, നമ്മളും ഒക്കെ സ്ത്രീകളാണ്. നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞാണ് പ്രായമായി കളവിയൊക്കെ ആയിട്ടിരിക്കുന്നത്. നമ്മളെ ഒന്നും ആരും വിളിച്ചോണ്ട് പോയി എങ്ങും ബലാത്സംഗം ഒന്നും ചെയ്തില്ലല്ലോ. അപ്പം പോകാനിരിക്കുന്ന സ്ത്രീകളെ കൂടെ കുറ്റം പറയണം. അതങ്ങനെയാണ് ശ്രീമതി ജയ അത് പറയുന്നത്. അത് ശരിയല്ല. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കൂടി താങ്കൾ പറയുന്നത് ശരിയല്ല ശ്രീമതി ജയ. ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി വിവാഹം ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി, ആ പരാതി ശരിയാണെങ്കിൽ പരാതിയിൽ അവർ പറയുന്ന അവരുടെ വീട്ടുകാരുമായി ആലോചിക്കാൻ പറഞ്ഞു. വീട്ടിലടക്കം ആലോചിച്ചു. അപ്പോൾ വീട്ടിൽ വന്ന് കാണുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേർക്കും കൂടി സംസാരിക്കണമെന്ന് പറഞ്ഞു. പുതിയ കാലത്ത് ചെറുപ്പക്കാരൊക്കെ അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായും സംസാരിക്കാൻ പോകും. അങ്ങനെ സംസാരിക്കാൻ പോയപ്പോൾ അവരെ ഒരു സുഹൃത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ഒരു റിസോർട്ടിൽ കൊണ്ടുപോയി, ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് അവരെ ബലാത്സംഗം ചെയ്തു എന്നാണ് അവരുടെ പരാതി. അതൊക്കെ ഒരു സ്ത്രീകളുടെ കുറ്റമാണോ? ഏത് സ്ത്രീ ആയാലും സ്വാഭാവികമായും അങ്ങനെയൊക്കെ പറ്റിപ്പോകില്ലേ? സ്ത്രീകളുടെ കുറ്റം തന്നെയാണ് അത്. അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നത്? എനിക്ക് മോളില്ല, പക്ഷെ എനിക്കൊരു മകനുണ്ട്. മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ കുഞ്ഞിന് ഒരു ഇതേനൊക്കെ വിഷമം ഉണ്ടായ നമുക്ക് വിഷമം തന്നെയാ. പക്ഷെ 2 കൈയും കൂട്ടി അടിച്ചാൽ മാത്രമേ സൗണ്ട് കേൾക്കുള്ളൂ. അതെങ്ങനെയാണ് ശ്രീമതി ജയ? ആ പെൺകുട്ടി വിവാഹം കഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ, സമൂഹത്തിൽ മാന്യതയുള്ള, സമൂഹത്തിൽ അംഗീകാരമുള്ള ഒരാൾ, അങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ ക്രൂരമായ രീതിയിൽ പെരുമാറുമെന്ന് ലോകത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ധരിക്കുമോ? അല്ല, കിരണിന് അതിന് പ്രൂഫ് ഉണ്ടോ? അല്ല, അവരുടെ പരാതി ശരിയാണെങ്കിൽ അതിപ്പോ പ്രൂഫ് ഉണ്ടെന്ന് വെച്ചാൽ കോടതിയെ തെളിയിക്കേണ്ടത്. അവരുടെ പരാതി ഇതുവരെ ഈ പരാതികളൊന്നും തന്നെ അല്ലല്ല. ഞാൻ ചോദിക്കട്ടെ ജയ, ശ്രീമതി ജയ, ഒരു സംശയം. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചാനലിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അത് കൊണ്ട് കളയരുത്. അതെങ്ങനെയാണ് ഞങ്ങളുടെ ചാനലിന്റെ വാല്യൂ പോകുന്നത്? ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കൂടെ അതിജീവിതയുടെ ഒപ്പം നിൽക്കുമ്പോൾ ഞങ്ങളുടെ ചാനലിന്റെ വാല്യൂ എങ്ങനെയാണ് കുറയുന്നത്? അത് കൂടുകയുള്ളൂ.
അല്ല നിങ്ങളെന്നും അവതരിപ്പിക്കേണ്ടുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ ഏത് പ്രശ്നമാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം? ശ്രീമതി ജയ പറഞ്ഞോളൂ. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ വിഷയം എടുക്കുന്നു. പറഞ്ഞോളൂ. പോളി ചെയ്യുന്നതിന് മുന്നേ ഒരു ഇതൊക്കെ വന്നല്ലോ ഒരു ചാനലിൽ കൂടെ ഒക്കെ. അതൊക്കെ എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? നമ്മളെ റിസൾട്ട് വരുന്നതിന് മുന്നേ ആൾക്കാരുടെ ഇതൊക്കെ ചോദിച്ച ഒരു അഭിപ്രായ സർവേ നടത്തുമല്ലോ. വ്യാജമായി ആരെങ്കിലും ഒക്കെ അഭിപ്രായ സർവേകൾ ഇട്ടാൽ അതൊക്കെ എങ്ങനെ നമ്മൾ എടുക്കുന്നത്? അത് എടുക്കരുത് എന്നുള്ള നിയമമാണ്. ഈ നാട്ടിലൊരു നിയമമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നിയമമുണ്ട്. വോട്ടെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് അത്തരം സർവേകളോ ഒന്നും അത്തരം സർവേകൾ നൽകരുതെന്ന് നിയമമുണ്ട്. ആ നിയമം പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ബാധ്യസ്ഥരാണെങ്കിൽ നിങ്ങളെ നിയമം നിങ്ങൾ പാലിച്ചോ. പക്ഷെ ഈ നമ്മുടെ സ്ത്രീകളാണ്, കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ള വീടുകളിൽ ഇരുന്നാണ് ഇത് കാണുന്നത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ തിരിച്ചറിയണം. ശ്രീമതി ജയ, അത് തിരിച്ചറിയണ്ടേ? ആ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ തിരിച്ചറിയണ്ടേ? ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ ചില ആളുകളുണ്ട്, ഇത്തരക്കാരുടെ വലയിലെങ്ങും വിദൂരമായി പോലും പോയി വീഴരുത് എന്ന് അവർ തിരിച്ചറിയണ്ടേ? അല്ല, അത് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനൊന്നും കുഞ്ഞുങ്ങൾ പോകത്തില്ല. പക്ഷെ ഇത് നിങ്ങളുടെ ചാനലിന് ഒരു ദോഷം ചെയ്യത്തതേ ഉള്ളൂ. ശരി ശ്രീമതി ജയ, എന്തായാലും ഞങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന പെൺകുട്ടികളുടെ ഏതെങ്കിലും തരത്തിൽ കുറ്റം പറയാൻ അല്ലെങ്കിൽ അവരുടെ വീഴ്ച പറയാൻ ഞങ്ങൾ ആളല്ല. കാരണം ഈ പെൺകുട്ടികളെയൊക്കെ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ, അങ്ങനെ തന്നെയാണ് പറയുന്നത്, ശരിയാണെങ്കിൽ ആ പെൺകുട്ടികളുടെ ഭാഗത്തല്ല തെറ്റ്, 100% തെറ്റും നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നത് അയാൾ തന്നെ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലടക്കം കൃത്യമായി നൽകിയിട്ടുള്ളതുമാണ്. അയാൾ സമ്മതിച്ചാലും മറ്റുള്ളവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ശ്രീ സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമസ്കാരം സാർ. നമസ്കാരം. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അന്ന് മെക്കാളെ പ്രഭു ആയിരുന്നു ചെയർമാൻ. അപ്പോൾ നമ്മുടെ ഈ നിയമത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ശിക്ഷ തരുവാൻ സാധിക്കുകയുള്ളൂ. തെളിവിന്റെ അഭാവത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോ ജാമ്യം കിട്ടാൻ കാരണം തെളിവ് വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് എന്റെ വിശ്വാസം. അയാള് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നല്ല. അതുപോലെ ദിലീപിന് ഈയിടെ കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. യഥാർത്ഥത്തിൽ അത് ചെറിയൊരു തിരുത്ത് പറഞ്ഞോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ദിലീപിന്റെ വിഷയം കേസിന്റെ വിചാരണയെല്ലാം കഴിഞ്ഞാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മുൻകൂർ ജാമ്യമാണ്. മുൻകൂർ ജാമ്യ സമയത്ത് അയാൾ അവരെ സാക്ഷിയെ സ്വാധീനിക്കുമോ തെളിവ് നശിപ്പിക്കുമോ എന്നുള്ള പ്രാഥമികമായ വിഷയത്തിനപ്പുറത്തേക്ക് കേസിന്റെ മെറിറ്റിലേക്ക്, ഒരാൾക്ക് ജാമ്യം നൽകിയതുകൊണ്ട് അയാൾ കുറ്റക്കാരനല്ല എന്നോ ജാമ്യം നിഷേധിക്കപ്പെട്ടതുകൊണ്ട് അയാൾ കുറ്റക്കാരനാണോ എന്നൊന്നും പറയാൻ കഴിയില്ല. നിയമത്തിന്റെ വഴിക്ക് അതിന്റെ അത്തരം മെറിറ്റുകളിലേക്കൊന്നും പോയിട്ടില്ല. പറഞ്ഞോളൂ. ഇനിയിപ്പോ ചെയ്യേണ്ടത് സർക്കാരിന് മേൽക്കോടതിയെ സമീപിക്കാം പ്രോസിക്യൂഷന്. ഇനി ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം, അങ്ങനെ അനവധി കോടതികളിൽ ഇനി സർക്കാരിന് ഈ കേസുമായി ബന്ധപ്പെടുത്ത് അതിജീവിതയ്ക്ക് അനുകൂലമായി മുമ്പോട്ട് പോകാം. അവിടെ ചിലപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാത്ത അവസ്ഥ വരും. പക്ഷെ ദിലീപിന് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ദിലീപ് യഥാർത്ഥത്തിൽ പ്രേരണ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അത് 8ാം പ്രതി. അതിന്റെ പുറകില് വിഷയം ദിലീപുമായി ബന്ധപ്പെട്ടതല്ല, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകനുണ്ട്, ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷിലേക്ക് കടക്കും മുമ്പ് ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ഭാവി പെൺവിഷയത്തിലാണോ എന്ന് പ്രേമ മേനോൻ പറയുന്നു. നേരത്തെ ഭാവിയുള്ള ചെറുപ്പക്കാരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് എന്ന് തോന്നുന്നു. ഗോവിന്ദച്ചാമിക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ജയിലിൽ കിടക്കേണ്ട വരില്ലായിരുന്നു എന്ന് പ്രമോദ് നാണു പറയുന്നു. സ്വാഭാവികമായും അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുന്ന നിരവധി ആളുകളുണ്ട്. അത് ഈ സമൂഹത്തിൽ അങ്ങനെ സാധാരണക്കാർക്ക് അഭിപ്രായം പറയേണ്ട സാഹചര്യങ്ങൾ നീതിന്യായ പീഠത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടുകൂടിയാവും സാധാരണക്കാർ ആ മട്ടിലൊക്കെ അഭിപ്രായം പറയുന്നത്. അതിനെ നമുക്ക് തള്ളിക്കളയാനുമാവില്ല. മൊട്ടത്തർക്കം മാത്രം പറയുന്ന ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ജയകുമാർ പറയുന്നു. മുട്ടാത്തർക്കം എന്നായിരിക്കും ജയകുമാർ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. കേരളത്തിൽ 1000 ബലാത്സംഗം നടന്നാലും അവതാരകൻ ആദ്യം പറയുന്ന പേര് മുകേഷിൻ്റെ ആയിരിക്കും. അത് ഒരു മാനസിക രോഗമാണോ എന്ന് കെ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. സ്ഥിരമായി വിളിക്കുന്ന കൃഷ്ണൻകുട്ടി മണിമലയാണെന്ന് തോന്നുന്നു. ഞാൻ മുകേഷിൻ്റെ പേര് പറഞ്ഞില്ല, മുകേഷിൻ്റെ പേരല്ല പറഞ്ഞത്. അത് വിളിച്ച പ്രേക്ഷകൻ തന്നെയാണ് മുകേഷിൻ്റെ പേര് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് പാർട്ടി പ്രവർത്തകനായ കെ കൃഷ്ണൻകുട്ടിക്ക് നന്നായി അറിയുന്നത് തന്നെയാണ്. ഞാനല്ല പേര് പറഞ്ഞത്. തെറ്റായ ഒരു പ്രസ്താവന പറയുന്നു, അതിന് മാനസിക രോഗമാണോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ തോന്നുന്നത് മാനസിക രോഗമാണോ എന്ന് എനിക്കറിയില്ല ശ്രീ കൃഷ്ണൻകുട്ടി. താങ്കളെപ്പോലെ മുതിർന്ന ആളുകളൊക്കെ ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുമ്പോൾ
അത് കുറെ കൂടി രാഷ്ട്രീയമായ പക്വതയോടുകൂടി അഭിപ്രായ പ്രകടനം നടത്തണം എന്നൊരു അഭ്യർത്ഥന നടത്തുകയാണ്. താങ്കളുടെ ഇഷ്ടമാണ്. പച്ചയ്ക്ക് തിന്നവർ മാങ്കുവാണ്, പച്ചയ്ക്ക് തിന്നവൻ മാങ്കൂട്ടത്തിലാണെന്നായിരിക്കും ഉദ്ദേശിച്ചതെന്നാണ് തോന്നുന്നു. ഗണേശിൻ്റെയും തോമസ് ഐസക്കിൻ്റെയും ശ്രീരാമകൃഷ്ണൻ്റെയും കടകംപള്ളിയുടെയും കൂടി പറയണോ കൃഷ്ണൻകുട്ടി എന്ന് ചോദിക്കുന്നു. എന്തായാലും ഈ പറഞ്ഞ പേരുകാർക്കെതിരെയൊന്നും ഈ പറഞ്ഞ മട്ടിലുള്ള ആരോപണങ്ങളുള്ള ആളുകളല്ല. ആരെങ്കിലും എവിടെയെങ്കിലും കേസുകളോ ഒന്നും നിലവിലുള്ള ആളുകളല്ല. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ആരോപണം പറഞ്ഞു എന്ന് കരുതി അവരെല്ലാം കുറ്റക്കാരാണോ എന്നുള്ള ഇതില്ല. മുകേഷിനെതിരെ പക്ഷേ അങ്ങനെ അല്ല എന്നതുകൂടി അറിയിക്കുന്നു. ബലാത്സംഗം നടക്കുന്നത് സ്ത്രീയുടെ കുറ്റം കൊണ്ടാണെന്ന് പറയുന്ന ജയ എന്ന കോൺഗ്രസ്സുകാരിയാണെന്നതിൽ ഒരു അത്ഭുതമില്ല എന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. ഓക്കെ, അപ്പോൾ ജയകുമാർ പറയുന്നത് റിലയൻസിൻ്റെ പേരിലും ധാരാളം കേസുണ്ട്, ഇതൊന്നും ന്യൂസ് സൈറ്റിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. മറ്റു ചാനലുകളെല്ലാം താങ്കൾ അത് കാണുന്നുണ്ടല്ലോ, വലിയ ഉപകാരം. താങ്കൾക്ക് അത്തരം വാർത്തകളൊക്കെ എന്തായാലും അറിയുന്നുണ്ടല്ലോ. താങ്കൾ ഈ ന്യൂസ് സൈറ്റുകൾ കണ്ടില്ലെങ്കിലും എന്തായാലും അത് ജയകുമാർ അങ്ങനെയൊക്കെ എന്തായാലും അറിഞ്ഞോളൂ. ശ്രീ ജയകുമാർ. ശ്രീ ചന്ദ്രനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾ ശ്രമിക്കണം. ചന്ദ്രന് മുമ്പ് നമ്മൾ ഞാൻ നേരത്തെ വിളിക്കുന്നത് ചന്ദ്രൻ തന്നെയാണ്. ശ്രീ ചന്ദ്രൻ പറഞ്ഞോളൂ. സാറേ, നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കളഞ്ഞിട്ട് ശബരിമല കേസ് പറയാം സാറേ. ശബരിമല കേസ് നമ്മൾ എത്രയോ ദിവസം ചർച്ച ചെയ്തതാണ്. എന്തിനാ ഇത് നാണം കിട്ട പണിയല്ലേ? രാഹുൽ മാട്ടം അങ്ങോട്ട് പോകും, മുകേഷ് ഇങ്ങോട്ട് പോകും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അവരെ കാര്യങ്ങൾ അവരങ്ങ് കൊണ്ടുപോട്ടെ. പാർട്ടിക്കാർ താങ്ങാൻ നിൽക്കുന്നുണ്ട്, കോടതി അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പണമുണ്ട്, അവരെന്തും ചെയ്യാം. പക്ഷെ ഈ പാവങ്ങൾ എന്ത് ചെയ്യും? അതിന് ആരെങ്കിലും ഉണ്ടോ കൂടെ സംസാരിക്കാനോ എടുക്കുന്ന പാവങ്ങളുടെ കൂടെ ഉണ്ടോ? ഏത് വിഷയം വേണം എടുക്കേണ്ടത് താങ്കൾ പറഞ്ഞോളൂ. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് തീർച്ചയായും എടുക്കാം. തീർച്ചയായും എടുക്കല്ല. ഇവനൊക്കെ വെടിവെച്ചുകൊണ്ട് സമയങ്ങളെ കഴിക്കുന്നു. വെടിവെച്ചുകൊല്ലാനുള്ള വകുപ്പൊന്നും ഇല്ലല്ലോ ശ്രീ ചന്ദ്രൻ. ഇവനൊക്കെ എന്തിനാ ഇവര് നടക്കണ കാണാൻ കെട്ട്? മുകേഷ് വന്ന് മുകേഷിനെ ഒത്തിരി ചീത്ത വിളിച്ചവനാ. BJP-കാരൻ സുരേഷ് ഗോപി അങ്ങോട്ട് പോയിരിക്കുമ്പോ അയാളെ ചീത്ത വിളിച്ചവനാണ്. പല കാര്യങ്ങളും ഒരു എസ് ഐ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിന്നെ എടുത്തോളാടാ കാണിച്ചോളാന്ന് പറഞ്ഞവനാണ്. അറിയോ? ശരി, രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നാളെ വോട്ട് ചെയ്യാനൊക്കെ എത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. അതെ, കാരണം ഇപ്പൊ പോലീസ് സ്റ്റേഷനിലും ഹാജരാവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പുറത്തിറങ്ങണമല്ല. അപ്പൊ എന്തായാലും വരണം. അപ്പൊ അതിനുവേണ്ടി വരുമ്പോ നാളെ എന്തായാലും വോട്ട് ചെയ്യാനൊക്കെ എത്താൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഇപ്പം കാല് കുത്തിക്കൂല എന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്കാരും CPM-കാരും എല്ലാരും ഇത് പറഞ്ഞെങ്കിലും ആരാണ് ഇത് ചെയ്തത്? മന്ത്രി ശിവൻകുട്ടിയല്ലേ വേദിയിലിരുത്തിയത്. ഇയാളെ വിളിച്ചിട്ട് അവിടുത്തെ MLA എന്നും പണ്ട് വേദിയിലിരുത്തി ഒക്കെ കാണിച്ചല്ലേ ഇത് നടക്കുമ്പോ തന്നെ. അതിനുശേഷം ഈ ഇലക്ഷൻ വന്നപ്പോഴല്ലേ ഇത്രയും ചൂടായി ഇത് കാണിച്ചെങ്കിലും 14 ദിവസമായി ഇതുവരെയും പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. പോലീസിന് ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല. കോടതി ജാമ്യം കൊടുത്ത്. ഇപ്പൊ ജാമ്യം കൊടുക്കണ്ടെന്ന് പറയാൻ ആൾക്കാരും ഉണ്ടാവും, ജാമ്യം കിട്ടുമെന്ന് പറയാനും ആൾക്കാരുണ്ടാവും. ഇത് ചെയ്താരാ? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. ശബരിമല കൊള്ള ഇതിന് ഉണ്ടായിട്ട് അതൊന്നും ചർച്ചയിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എടുത്തിട്ട് ഇനിയിപ്പോ ഇലക്ഷൻ നാളത്തേക്കും കൂടി കഴിയുമ്പോഴത്തേക്കും വോട്ടിങ്ങിന്റെ ഇതെല്ലാം കഴിഞ്ഞല്ല. അപ്പൊ പിന്നെ പതുക്കെ ഇതൊക്കെ എല്ലാം മാറി ഇതായിക്കോളും. ഇപ്പൊ ഞാൻ മുന്നേ ഇതിനെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം പോലീസിനെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കാരണം ഒരാള് ഇത്രയും പോയിട്ട് ഒളിച്ചിരുന്ന് ഏറ്റൊന്നും പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. ജാമ്യം വരെയും കിട്ടി. 2 കേസിലും ജാമ്യം കിട്ടിയില്ലേ? അത് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ലേ? അത് ഭരണപക്ഷത്തിന്റെ ഒത്താശയോടി തന്നെയാണ് ഇത് ചെയ്തേക്കണത്. അല്ലെ പിന്നെ എങ്ങനെ? ഈ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഈ ശബരിമല കൊള്ള അത് ആരും അറിയരുത്. അത് മുഖ്യമന്ത്രിയൊക്കെ ശരിക്ക് അതിനകത്തൊക്കെ ഇത് ചെയ്യണം. കാരണം ഇപ്പൊ ഉള്ള ദേവസ്വം മന്ത്രിക്ക് വരെ ഈ ശബരിമല കൊള്ളയിൽ പങ്കുണ്ട്. അതൊക്കെ മൂടി വെക്കാനും ഇത് വരാണ്ടിരിക്കാനും വേണ്ടിയിട്ടാ. പക്ഷെ ഇത് സത്യസന്ധമായ അന്വേഷണങ്ങൾ പോകണമെങ്കിൽ ദേവസ്വം കാലത്തല്ല ഈ സംഭവങ്ങൾ ഒന്നും ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്വത്തിലിരിക്കുന്നവർക്ക് നടപടി എടുക്കാൻ പാടില്ല. നടപടി വന്നില്ലല്ലോ. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയുടെ കാലത്തല്ല ഈ കേസുകളും ഈ പ്രശ്നങ്ങളും തന്നെ. കള്ളനെപ്പോഴും കള്ളൻ തന്നെ. ശ്രീ പ്രവീണാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ശ്രീ പ്രവീൺ, താങ്കൾക്ക് എന്ന് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ വെട്ടുകിളി കൂട്ടങ്ങളൊക്കെ പറയുന്നത് നാളെ അവരുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരും, വോട്ട് ചെയ്യും എന്നൊക്കെയാണ്. നമുക്കറിയില്ല കൃത്യമായി. ഇവർ പലപ്പോഴും ഈ സൈബർ അണികളാണ് രാഹുലിന് വേണ്ടി എല്ലാം പറയുന്നത്. നമസ്കാരം. ഇതിന്റെ ഇൻസ്റ്റായിലും മറ്റും കാണുന്ന തെളിവ് അനുസരിച്ച് ഇവരെ ഉപരാഷ്ട്രീയ സമയപ്രകാരമാണ് ബന്ധപ്പെട്ടതെന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ പേരിലാണ് ഈ കോടതി ജാമ്യം കൊടുത്തെന്നുള്ളതാണ്. അങ്ങനെയല്ല ശ്രീ പ്രവീൺ,
കോടതി കേസിൻ്റെ ജാമ്യം പരിഗണിക്കുന്നത് കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്ന് ആ കേസിൽ ഇയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ വിധിച്ചിട്ടല്ല ഒരു കോടതിയും ഒരു ജാമ്യം കൊടുക്കുന്നത്. ജാമ്യം കൊടുക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ വേറെയാണ്. അത് കേസിൻ്റെ മെറിറ്റിലേക്ക് അയാൾ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ഒന്നും കോടതി എവിടെയും പറഞ്ഞിട്ടില്ല. ജാമ്യത്തിന് അതൊരു ഘടകവുമല്ല. അതൊക്കെ ശരി. അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. KT കുഞ്ഞമ്മ എന്നൊരു പേര് സാറ് കേട്ടായിരുന്നു? കേട്ട് പറഞ്ഞോളൂ. KT കുഞ്ഞമ്മ അങ്ങനെ പേര് കേട്ടാലോ? 10-12 ദിവസമായിട്ട് ആ പരാതി മുഖ്യമന്ത്രി കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അതെന്താ അത് ചർച്ച വിഷയമാണ്? ഒന്നുമില്ല. ഇന്നിപ്പോൾ KT കുഞ്ഞാമതിനെതിരെയുള്ള വിഷയമല്ലല്ലോ. കേരളത്തിൽ ഏറ്റവും പ്രധാനമായ ചർച്ചയിൽ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയവും ജാമ്യവും അല്ലേ നിൽക്കുന്നത്? മറ്റേ വിഷയമല്ലല്ലോ നിൽക്കുന്നത്. അത് നിൽക്കേണ്ട വിഷയത്തിലെ ഗൗരവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിലും അങ്ങനെ തന്നെ ചാനലുകളും മാധ്യമങ്ങളും എല്ലാം ചർച്ച ചെയ്യും. സംശയം എന്താണ്? അത് ഉന്നയിക്കേണ്ട കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും അത് ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. 2 പ്രാവശ്യം MLA ആയിരുന്നു ശ്രീ പ്രവീൺ. അത് ഞാൻ ചോദിച്ചാലോ, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ വിഷയത്തിലേക്ക് വിഷയം ഉന്നയിക്കുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തോ? പുള്ളിക്കിപ്പോഴും ഈ അസുഖം തീർന്നില്ല. ഈ ചെറുപ്പക്കാരന്റെ പറയട്ടെ എന്തൊരു കാര്യമുണ്ട് പറയാൻ. എങ്ങനെയാണ്? അപ്പൊ ഇതൊക്കെ ഉള്ളതാണ്. അദ്ദേഹത്തിന് 76 വയസ്സുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് എന്താണ് ആ വിഷയത്തിന്റെ ഗൗരവം? എനിക്കറിയില്ല. ഗൗരവം ഉള്ളതാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാക്കളൊക്കെ അത് ഉന്നയിക്കും. ഇതും അറിയാമോ നോക്കണം. 12 ദിവസമാണ് മുഖ്യമന്ത്രി കക്ഷത്തിൽ വെച്ചുകൊണ്ടുള്ളത്. അല്ല, അതാ പറഞ്ഞത്. അത് വിഷയം ഉന്നയിക്കേണ്ട ആളുകൾ ഉന്നയിച്ചാൽ സ്വാഭാവികമായി ഞങ്ങൾ ചർച്ച ചെയ്യും. നമുക്ക് ആ വിഷയത്തിനോട് ചർച്ച ചെയ്യണമെന്നോ ഇത് ചർച്ച ചെയ്യണമെന്നോ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. നിർബന്ധമില്ല. അല്ല, ഞാൻ ചോദിച്ചത് മറ്റവരാരും ഉന്നയിക്കാത്ത എന്താണെന്നാണ് ചോദിച്ചത്. എങ്ങനെ? ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ആരും ഈ വിഷയം ഉന്നയിക്കുന്നില്ലല്ലോ. അത് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇദ്ദേഹത്തെ ഒതുക്കാൻ താല്പര്യമുള്ളതുകൊണ്ടായിരിക്കാം. ശരി, ഓക്കെ. എന്തായാലും ഞങ്ങളല്ലല്ലോ ഉത്തരവാദികൾ. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നാളെ വോട്ട് ചെയ്യാനൊക്കെ എത്തും. 14 ദിവസം ഒളിവ് ജീവിതം നാളെ മതിയാക്കുകയാണ് എന്നൊക്കെയാണ് ഈ സൈബർ അണികൾ പറയുന്നത്. സൈബർ അണികളാണല്ലോ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ. കിരൺ സാറ്, എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അതായത് ഒരു MLA ആയാൽ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് നിത്യം പല വിഷയങ്ങളും അവർക്ക് ഉണ്ടാകാറുണ്ട്. അതിനൊക്കെ പരിഹരിക്കേണ്ട MLA ഒളിവിലായാലുള്ള അവസ്ഥ ജനങ്ങളെ വിഡ്ഢിയാക്കുകയല്ലേ സാർ അയാള്? ഇത് നീതിയാണോ? അല്ല, ജനങ്ങളെന്ന് വെച്ചാൽ യാതൊരു സംശയമില്ല ചന്ദ്രൻ നായർ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് മറ്റുള്ളവരെക്കാൾ ഏറെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അങ്ങനെ ഒരാൾ നിയമത്തിന് മുന്നിൽ വരുമ്പോൾ നിയമത്തിന് മുന്നിൽ അത് നേരിടാൻ തയ്യാറാവുകയാണ് അന്തസ്സായി ചെയ്യേണ്ടത്. മിനിമം ആ മര്യാദയെങ്കിലും കാണിക്കണം. അതിന് പകരം 14 ദിവസമായി 2 ആഴ്ചയായി സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ അനാഥരാക്കി ഒളിവിൽ പോയിരിക്കുകയല്ല ഒരു MLA ചെയ്യേണ്ടത്. സ്വാഭാവികമായും അങ്ങനെ ചെയ്യുമ്പോൾ ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വളരെ വേഗത്തിൽ 1-2 ചെറിയ കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ജയകുമാർ പിന്നെയും ഒക്കെ എന്തൊക്കെ എഴുതിയിരിക്കുന്നു. എന്തായാലും നമുക്ക് മറ്റു ചില കമൻറ്റുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ക്ഷമിക്കണം, നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായി നൽകിയിരിക്കുന്ന 2ാമത്തെ ബലാത്സംഗ പരാതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം ഉപാധികളോടെയാണെങ്കിൽ നൽകിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം 14 ദിവസമായി കേരളത്തിലെ ഒരു MLA ഒളിവിലാണ് എന്നുള്ളതാണ്. ഒളിവിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് പോലീസിൻ്റെ കൂടി വീഴ്ചയാണ്. പക്ഷേ ഒരു MLA ഒളിവിൽ പോകുക എന്ന് പറഞ്ഞാൽ ആ MLA സംബന്ധിച്ച് ഇതിൽ പരം പറ്റുന്നുണ്ടോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. നിയമമുണ്ടെങ്കിൽ നിയമപരമായി അതിനെ നേരിടുക എന്നുള്ളതാണ് മാതൃകാപരമായി ഏത് MLAയും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായും ഒളിവിൽ പോകേണ്ടിയൊക്കെ വരുമായിരിക്കാം. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്തും. ശ്രീനിവാസൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? കോടതി വിധി മാനിക്കണോ വേണ്ട സാറേ? പറഞ്ഞോളൂ. കോടതി വിധി മാനിക്കണം. അത് കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ടല്ലോ കോടതി മാനിക്കണമെന്ന്. എന്താ അവർക്കത് അംഗീകരിക്കാൻ? ഇപ്പോഴും മാങ്കൂട്ടത്തിന്റെ നേർക്കാണല്ലോ ഇവരുടെയൊക്കെ ഏറ്റവും സമരങ്ങളൊക്കെ. പിണറായി വിജയന്റെ നാടകമല്ല ഇതൊക്കെ. പിണറായി വിജയനാണോ ഇതിനകത്ത് എന്തെങ്കിലും നാടകം കളിക്കുന്നത്? CPM-കാരല്ലേ? CPM-കാരാണോ ശ്രീനിവാസൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത്? കേക്ക് സാർ, ഞാൻ പറഞ്ഞ 1.5 കൊല്ലായില്ലേ? ഒരു കൊല്ലായിട്ട് ഈ ഇലക്ഷൻ സമയത്ത് ഒരു കൊല്ലമായില്ലല്ലോ. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ആദ്യമായി ഒരു പെൺകുട്ടി പരസ്യമായി വന്ന് പറഞ്ഞത്. ഈ കഴിഞ്ഞ 14 ശ്രീനിവാസൻ കേൾക്കൂ, 14 ദിവസം മുമ്പാണ്
ഒരു ഔദ്യോഗികമായ പരാതി വന്നു. ഔദ്യോഗികമായ പരാതി ഇല്ലാതെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഏതെങ്കിലും ഒരാൾക്കെതിരെ പറഞ്ഞു കേട്ടത് വെച്ച് കേസ് എടുക്കാൻ കഴിയില്ല. എന്നിട്ടും അന്വേഷണം നടത്തി. അതൊക്കെ ഇത്ര നാള് ഈ 14 ദിവസം ഇയാൾ ഒളിവിലല്ലേ? അല്ല, ഒഴിവിലായിരുന്നു. അതെ, അതിപ്പോ എല്ലാവരും ഒഴിവിലായിരുന്നല്ലോ. മുകേഷ് ഒഴിവിലായിരുന്നു, വേറെ ആരും ഒഴിവിലായിരുന്നു, ഇവരൊക്കെ ഒഴിവിലായിരുന്നു. വേറെ ആരും ഒളിവിലായിരുന്നു? ഇയാൾ 14 ദിവസമായി ഒളിവിലല്ലേ? അപ്പോൾ പിണറായി വിജയനാണ് ഇത് എടുത്തത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് കോൺഗ്രസ്സുകാർ ഇത് കൊണ്ടുവന്ന ആളുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള സ്ത്രീകളല്ലല്ലോ. അതെ, അവരെ കൊണ്ട് ചെയ്യിക്കുന്നില്ലേ? ഉമ്മൻചാണ്ടി ഞാൻ ചോദിച്ചു, ഉമ്മൻചാണ്ടിനെ സരിത അതവിടെ നിൽക്കട്ടെ ശ്രീനിവാസൻ, അതൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്താണ് ഉമ്മൻചാണ്ടിയുടെ വിഷയമൊക്കെ. ഞാൻ ചോദിച്ചത് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ അങ്ങനെയൊക്കെ ധൈര്യം. ഉമ്മൻചാണ്ടി എവിടെയും ഒളിവിൽ പോയിട്ടില്ല. ഉമ്മൻചാണ്ടി ഈ കേസിന്റെ ഒരു പരാതി കേട്ടിട്ട് എവിടെയും ഒളിവിൽ പോയില്ല ഉമ്മൻചാണ്ടി. ഇയാളെന്തിനാണ് ഒളിവിൽ പോയത്? അതല്ല, സരിതനെ കൊണ്ട് പറയിപ്പിച്ചില്ല. ശ്രീനിവാസൻ, ഞാനൊരു കാര്യം പറയാം. ഉമ്മൻചാണ്ടിയൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ഉപമിക്കുന്നത് തന്നെ താങ്കൾ ഒരു കോൺഗ്രസ് അനുഭാവിയാണെങ്കിൽ നിങ്ങൾ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിനോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണെന്ന് കൂടി പറയേണ്ടി വരും. ഉമ്മൻചാണ്ടിയായിട്ടൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയാണ് താങ്കൾക്ക് ഉപമിക്കാൻ കഴിയുക? ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ കുറിച്ച് ഒരു മിനിമം ബഹുമാനം, മിനിമം അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തോട് ആദരവൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ പകപ്പോക്കലാണ്. ഇപ്പൊ എന്തുണ്ടായി? ഇപ്പൊ ദിലീപിന് കിട്ടിയ പോലെ ഇവനും കിട്ടി. എന്തിനാണ് കോൺഗ്രസ് പുറത്താക്കിയത്? പ്രാഥമിക അംഗത്വത്തിലടക്കം അത് പുറത്താക്കി. ഇങ്ങനൊരു പുറത്താക്കിയത് ആരോപണം വന്നപ്പോൾ ഞങ്ങൾ ആരോപണം വന്ന് ഉമ്മൻചാണ്ടിയെ പുറത്താക്കി. ഉമ്മൻചാണ്ടി ഒളിവിൽ പോയോ? ഇല്ലല്ലോ. ഹലോ, ബാങ്കൂട്ടിൽ തന്നെ ഞങ്ങൾ കോൺഗ്രസിന്റെ അതൊരു അഭിമാന പ്രശ്നമാണ്. അപ്പൊ ഞങ്ങളത് പുറത്താക്കി. അതാ ഞാൻ ചോദിച്ചത്. ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നു. കേരളം എത്ര പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആരോപണം വന്നു. അവരാരും കേരളത്തിൽ ഒളിവിൽ പോയില്ല. അവരൊക്കെ അന്തസ്സായി നിന്ന് ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇയാളെ പോലെ ഒളിവിൽ പോയില്ല. ഇതൊക്കെ രാഷ്ട്രീയ കണ്ടാണ്. അതെങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്? താങ്കൾ തന്നെ വിശദീകരിക്കൂ. അതെ, മാങ്കൂട്ടത്തിന് ഇന്നിപ്പോ ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? കേരളത്തിൽ എന്തായിരിക്കും? നാളെ ഇലക്ഷനാണ്. എന്തായിരിക്കും സ്ഥിതി? എന്താവാനാ മനസ്സിലാക്കുക? അപ്പൊ അതെ, കട്ട് ചെയ്തിട്ട് പോയെന്ന് തോന്നുന്നു. സി ബിനോയ് ആണ് കൊല്ലത്ത്. സി ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ പാർട്ടി പൂർണ്ണമായും പുറത്താക്കിയതാണ്. നല്ല നിലപാട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത്. അതിൽ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ ആ പാർട്ടിയിലുണ്ട്. ഇപ്പോഴും സൈബർ അണികളൊക്കെ പറയുന്നത് നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ പാലക്കാട് എത്തും എന്നൊക്കെ പറഞ്ഞ് ആവേശം കൂട്ടുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല കിരണേ. കാരണം നമ്മൾ പാർട്ടി പുറത്താക്കി, പ്രാഥമിക അംഗത്വങ്ങളിൽ നിന്നും മാതൃകാപരമായി നമ്മൾ പുറത്താക്കി. പിന്നെ നോൺ അവൈലബിൾ ഒഫൻസ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കിരൺ ചോദിക്കുന്ന കണക്ക് എന്തുകൊണ്ട് ഒളിവിൽ പോയി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ചിലപ്പം നിരപരാധിത്വം തുറന്നു പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലൊരു നിയമവും കോടതിയൊക്കെ ഉണ്ട്. ഒരു പ്രതി ആയിക്കഴിഞ്ഞാൽ അയാൾ മുന്നിലുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്താൽ അകത്ത് പോയി കിടക്കേണ്ടി വരും. അകത്ത് കിടക്കുന്നതിലും നല്ലത് അദ്ദേഹം പുറത്ത് നിന്നുകൊണ്ട് അദ്ദേഹം നിരപരാധിത്വം, ഇവിടെ നമ്മുടെ നാട്ടിലെ കോടതികൾ ഒരു നിയമമുണ്ട്. ഏതെങ്കിലും ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ MLAക്ക് താൻ തെറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇനി പോലീസ് അറസ്റ്റ് ചെയ്താലും അകത്തിട്ടാലും നിയമപരമായി പോരാടാനും തിരിച്ചു വരാനും ഒക്കെ ഒരു ദിവസം ജയിലിൽ പോയി കിടന്നത് കൊണ്ടൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അതെല്ലാം അറിഞ്ഞുകൊണ്ട് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകളല്ലേ. അങ്ങനെ ധൈര്യമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഒളിച്ചുപോയി ഒരു MLA 14 ദിവസമായി ഒളിവിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത്? ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ കോൺഗ്രസിന്റെ എത്രയോ വലിയ നേതാക്കൾക്കെതിരെ വന്നിട്ടുണ്ടോ? അവരാരെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടോ? എന്നിട്ട് അവരെയൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടിൽ അവർ തമ്മിൽ ഒന്നാണ് എന്നുള്ള മട്ടിലൊക്കെ പറയുന്നത് എങ്ങനെയാണ് കഴിയുക? അല്ല കിരണ, ഞാൻ ഒന്നാണെന്നൊന്നും പറയുന്നില്ല. ഒരു ഇരയായ ആളിന്റെ മൊഴിയും ആ മൊഴിയുടെ ഞാൻ പറയട്ടെ, അവരുടെ മൊഴിയുടെ കേസിന്റെ അവരുടെ ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം 14 ദിവസം നമ്മുടെ നാട്ടിലെ ഒരു നിയമാവലി അങ്ങനെയാണ് കോടതികളുടെ ഒരു ഇത്. അപ്പോൾ അവർക്ക് 164 സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടി വരും. അവിടെ അന്തസ്സല്ലേ ബിനോയ്? അങ്ങനെ ഉറപ്പുണ്ടായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഞാൻ നിയമപരമായ വഴി സ്വീകരിക്കാൻ തയ്യാറാണ്, നിയമപരമായി തന്നെ ഞാൻ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ നിയമവഴിക്ക് നിന്നാൽ ഇതിലും എത്രയോ വലിയ അന്തസ്സാണ്. പോലീസിനെ പേടിച്ച്, നാട്ടുകാരെ പേടിച്ച്, സ്വന്തം നാട്ടിലെ ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ അയാൾ അവിടെ എങ്ങും വരാതെ ഒളിവിൽ പോകുന്നതിനേക്കാൾ എത്രയോ അന്തസ്സുള്ള നിലപാടാണത്. അല്ല കിരണ, ഇതിനകത്ത് ഈ ഭരണമുന്നണിയുടെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങണമെന്ന് KPCC പ്രസിഡന്റ് മാത്രമല്ല ഒരു സാധാരണ ബൂത്ത് പ്രസിഡന്റ് പോലും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ സർക്കാരിന് അദ്ദേഹത്തിനെ പിടിച്ച് അകത്ത് കടത്തണമെന്നും
ബുദ്ധിമുട്ടിക്കണമെന്നും വേറെ ഒരു വേ ഉണ്ട്. ഈ ഒളിവിൽ പോയി നിൽക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണോ കേരളത്തിലെ ഒരു MLA പോലീസുകാരെ പിടിച്ച് അകത്ത് കടന്നെന്ന് വെച്ച് അന്തസ്സായൊക്കെ പറയാമല്ലോ? ഞാൻ ചോദിക്കട്ടെ, സി ബിനോയ്, കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെ ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെ ആരോപണം വരുന്നത്. ആ നേതാക്കൾ ആരെങ്കിലും ഇങ്ങനെ അറസ്റ്റ് പേടിച്ച് ഒളിവിൽ പോയിട്ടുണ്ടോ? അവരെല്ലാം അന്തസ്സായി നിന്നല്ലേ അതിനെ നേരിട്ടത്. ആ ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾക്കെതിരെ വന്ന ആരോപണങ്ങൾ തെറ്റാണെന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായതുകൊണ്ട് അവർ അന്തസ്സായി നേരിട്ടു. ഇയാൾക്ക് അത് ഉണ്ടാവില്ല, അതുകൊണ്ട് ഇയാൾ ഒളിവിൽ പോയി. ആ സംശയം എന്താ അതിനകത്ത്? അല്ല കിരൺ, ഇവിടെ കോടതി വ്യവഹാരങ്ങളില്ലേ, കോടതിക്ക് കിരൺ എന്നെക്കായി കൂടുതൽ കാര്യങ്ങൾ അറിയാലോ കിരണെ. അദ്ദേഹത്തിനെ പോലീസ് കീഴാണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. അയാൾ കുറ്റക്കാരനാണോ അല്ലേന്ന് പിന്നെ കോടതി തെളിഞ്ഞ് അറിഞ്ഞു വരുമ്പോഴത്തേക്ക് കാലഘട്ടം മാറത്തില്ലേ. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ നിയമം അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യല്ല. ഈ നാട്ടിലെ നിയമം പറയാണ്, ഈ നാട്ടിലെ നിയമം അനുസരിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് കോടതി ആദ്യം ജാമ്യം തള്ളി, പിന്നെ കോടതി നിയമപരമായിട്ട് അയാൾ കോടതിയിൽ പോയില്ലെങ്കിൽ നമുക്ക് തെറ്റാണെന്ന് പറയാം. കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തില്ല, 2 കോടതികളിലും കൊടുത്തില്ലെങ്കിൽ പറയാം. ശരി വിനോയ്, ഏതായാലും മുൻകാല കോൺഗ്രസ് നേതാക്കൾ ആരും അവർക്കെതിരെ ആരോപണം വന്നപ്പോൾ ഇത്തരം വഴിയല്ല സ്വീകരിച്ചത്. അവരെല്ലാം നിയമപരമായും രാഷ്ട്രീയമായും അതിനെ നേരിടുക എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ള രീതി. അവർക്ക് ആ കാര്യത്തിൽ അവർക്ക് ആത്മവിശ്വാസം കാണും. ഇയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സൈബർ അണികൾ പറയുന്നത് കേട്ട് ആയിരുന്നില്ല അവരാരും പ്രവർത്തിച്ചു. അവരാരും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുകയോ അവരെ ആരെയും കോൺഗ്രസ് പുറത്താക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല, സസ്പെൻഡ് ചെയ്യുകയും പുറത്താക്കുകയും അയാൾ ഇനിയെ പാർട്ടിയിലേ ഇല്ല എന്ന് എല്ലാ നേതാക്കളും ഒരുമിച്ച് പരസ്യമായി തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തു. അപൂർവം ചിലർ രഹസ്യമായി അംഗീകരിക്കുകയും ചില സൈബർ അണികളൊക്കെ അയാൾക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ശ്രീ അമീറാണ് നിലമ്പൂരിൽ നിന്ന്. ശ്രീ അമീർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, നമസ്കാരം അമീർ, പറഞ്ഞോളൂ. രാവിലെ ടെലിഫോൺ കട്ടായിരുന്നു. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, 14 ദിവസമായി ഒരു MLA ഒളിവിലാണ്. ഇന്നിപ്പോൾ 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും പുറത്തു വരാൻ സാധ്യതയുണ്ടോ? അല്ല, പുറത്ത് ഇനി വരുന്നതിന് കുഴപ്പമില്ലോ. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ കോടതി മുറിയിൽ ഉള്ളിൽ കേൾക്കുന്ന വാർത്തകൾ അത്ര നല്ല വാർത്തയല്ല. ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ആ ശേഷം തന്നെ പറയാം, ഒരു 10-15 അധികം ഇവര് മാന്യന്മാരെന്ന് പറഞ്ഞ ആൾക്കാരുടെ വീട്ടിൽ ഈ സ്ത്രീ പീഡനം വന്നു. ഇവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞ് 10-15 കൊല്ലം മുന്നേ സ്ത്രീ എന്നെ പീഡിപ്പിച്ചു കേസ് കൊടുത്താൽ FIR കിട്ടണം, കേസ് കിട്ടണം സുപ്രീം കോടതി പറയുന്നത്. ഹൈക്കോടതി ചോദിക്കുന്നത് എന്താ, നിങ്ങൾ ഇത്രയും കൊല്ലം താമസിച്ചെന്താ അതും ചോദിക്കുന്നത്. അപ്പൊ അനക്ക് ചിലപ്പോൾ ചിന്തിക്കണം, നമുക്ക് ബട്ട് അനക്കാണോ അല്ല തോന്നിപ്പോകാൻ ബാബു. എന്തൊരു നീതിന്യായ കോടതി എവിടെ നടക്കുന്നത്? പിന്നെ ഉന്നതന്മാർക്ക് എത്ര എന്ത് പീഡിപ്പിച്ചാലും എല്ലാ ഓനും വേഗം മുൻകൂർ ജാമ്യം കൊടുക്കുക. നേരെ വന്ന് പാവപ്പെട്ട ഈ ദാസനായിക്കോട്ടെ, നോ ബെയിൽ ഒഫൻസ്, നമ്മൾ പിടിച്ച് ജയിലിലിടും, നമ്മൾ പുറത്തിറങ്ങുന്നുണ്ടാവില്ല. ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഇനി കോടതി അറസ്റ്റിലായിട്ട് ഒരു കേസെറ്റാൻ സാധ്യത. ഓരോ ജഡ്ജിമാരെ മനസ്സിലാക്കട്ടെ, നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരനെ നീതിപരമായി ശമ്പളം വരുന്ന വെറും ജീവനക്കാരൊന്നുമില്ല. നിങ്ങൾ പ്രസ്താവിക്കുന്ന വിധികൾ ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത് പറയുമ്പോൾ വളരെ പ്രയാസമുണ്ട്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് എത്ര വലിയ മമ്മന്മാർ എന്ത് ചെയ്താലും ഓനൊക്കെ പെട്ടെന്ന് ജാമ്യം കിട്ടുക. സാധാരണക്കാരാണെങ്കിൽ ഇപ്പൊ ഈ 2 കഞ്ചാവ് കയ്യിൽ വെച്ചേ, 4 മദ്യം കയ്യിൽ വെച്ചേ, ബസ്സിൽ കയറി പെണ്ണ് മാന്തി പറിച്ചേ, ഇങ്ങനെയുള്ളവനൊക്കെ ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇത് മാറ്റം ഇപ്പൊ ഈ കേരള ഹൈക്കോടതി ഞാൻ ബഹുമാനിക്കുന്ന ഇപ്പൊ ദേവൻ രാമനെ പോലെയോ PV കുഞ്ഞേഷിനെ പോലെയോ ജയശങ്കർ നമ്പ്യാരെ പോലെയൊക്കെ മാന്യമാരായ നമ്മൾ ഭംഗിയാക്കുന്ന ജഡ്ജിമാരുണ്ട്. അവരെങ്ങും ചിന്തിക്കണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. വലിയ പറയുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിൻസെന്റ് ആണ് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ വിൻസെന്റ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? 2ാം കേസിലും മുൻകൂർ ജാമ്യം കിട്ടിയതോടുകൂടി ഈ 14 ദിവസത്തെ ഒളിവ് ജീവിതം മതിയാക്കി ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമോ? സാറേ നമസ്കാരം. സാർ നമസ്കാരം. ഞാൻ മുമ്പ് വിളിച്ച ഒരാളായിരുന്നു. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ സാറേ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം സത്യത്തില് നമ്മളൊന്നും പിന്നെ ഇത്ര രീതിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് തന്നെ വളരെ അപമാനമായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താ വെച്ചാല് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇത് ഈ ബലാത്സംഗ കേസുമായി. എന്നാൽ ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞാല് മറ്റുള്ളവരും ചെയ്തില്ലേ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം മാത്രം വിഷയം വലുതാക്കി കാണിക്കുന്നു? ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാത്രം ഇത്രയും മുഖ്യത്വം കൊടുക്കാനുള്ള കാരണം തന്നെ പുള്ളിയുടെ പല സ്ഥലത്തുമുള്ള പ്രസംഗവും, അതായത് ഒരു യേശുക്രിസ്തുവിനെ പോലെ പ്രസംഗിച്ച ഒരു വ്യക്തിയുടെ അടുത്തുനിന്ന് ഇത്രയും ജനങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇത് സാധാരണ ബലാത്സംഗം മാത്രമല്ലല്ലോ. ഇത് ഒരു വ്യക്തി ഒരാളും ഇതേപോലെ ബലാത്സംഗം ചെയ്തിട്ട് ഒളിവ് പോവുകയെ ഇല്ലെങ്കിൽ എന്റെ ശബ്ദരേഖയല്ല എന്ന് പോലും തിരുത്താൻ പറ്റാത്ത ഒരു MLA
എന്ന വിഷയം കൊണ്ട് മാത്രമാണ് ഇത്രയും ഹൈലൈറ്റ് ആയിട്ട് ഇത് നിൽക്കുന്നത്. ഇപ്പോ ഞാനിപ്പം ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കോൺഗ്രസിന്റെ അനുഭാവികളായിരിക്കാം, അറിയില്ല, അവര് പോലും ഈ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഇതുപോലെ ഒരുപാട് രാഹുൽ മാങ്കൂട്ടം ഇനിയും കോൺഗ്രസിലേക്ക് വരാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഈ ചർച്ച കാണുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകുന്നത്. ഇനി പേടിക്കാനില്ല, ഞങ്ങൾ ചെയ്താലും ഇതേപോലെ എന്താ പറയാ വനിതകൾ പോലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. എന്നുവെച്ചാൽ വനിതകൾ എന്ന് പറഞ്ഞാല് ഫുൾ സൈബർ കൂട്ടങ്ങളാണ്. കോൺഗ്രസ്സുകാർ കൈവിട്ടിട്ട് പോലും ലീഗുകാർ കൈവിടാൻ റെഡിയല്ല എന്നുള്ള രീതിയിലാണ് ആ വിഭാഗത്തിൽപ്പെട്ട പേരുള്ളവര് നവമാധ്യമങ്ങളിൽ മറ്റവരെ ശക്തമായി എതിർക്കുന്നത്. ഇതൊക്കെ നമ്മൾ കേരളം സാക്ഷരത നേടിയെടുത്ത കേരളം എങ്ങോട്ടേക്കാണ് പോകണമെന്നുള്ളത്. അതായത് എല്ലാ എന്തൊരു വിഷയം വന്നാലും, ഇന്നത്തെ സമൂഹത്തിൽ എന്ത് വിഷയം വന്നാലും അതിനെ മറ്റുള്ള വിഷയവുമായി താരതമ്യപ്പെടുത്തി നിസ്സാരവൽക്കരിക്കപ്പെടുകയാണ്. അപ്പം ഇതിപ്പോ ഒന്നല്ല, രണ്ടാമത്തെ ഒന്നല്ലേ സാറേ പുള്ളി ഒളിവിൽ പോയത്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മറുപടി ഉണ്ടോ? കോൺഗ്രസ്സുകാരൊക്കെ അത് ആ അപകടം മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടല്ലേ അവര് പുറത്താക്കിയത്. എന്നിട്ടും ഈ കോൺഗ്രസിന്റെ അനുഭാവികൾ എന്ന് പറഞ്ഞവർ ഇനിയും ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ വളർന്നു വരുന്ന കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ ആൾക്കാരായാലും ശരി, ഇനി ചേരാൻ പോകുന്നവർക്കും എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അത് എന്ത് ചെയ്തോളൂ, പ്രശ്നമില്ല. ശ്രീ വിൻസെന്റ്, ശ്രീ ഷൈജു ആണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ഷൈജു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 14 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മുൻകാല കോൺഗ്രസിന്റെ വലിയ തീപ്പൊരി നേതാവായിട്ടൊക്കെ അവർ കരുതിയിരുന്ന ആൾ ഇപ്പോൾ കോൺഗ്രസിന് തന്നെ അയാൾ ഒരു അപമാനമാണ് എന്ന് കരുതി കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കിയ ആൾ പുറത്തു വരുമോ? നമസ്കാരം സാർ. നമസ്കാരം. അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ആ സ്ത്രീ ഒരു അമ്മയാണോ സാർ? അമ്മയാണോ? അത് നമ്മുടെ ഒരു പെങ്ങളെ അപമാനിച്ച അവര് അമ്മയാണോ സാറ്? അത് എങ്ങനെ നമുക്ക് അനുകൂലിക്കാൻ പറ്റും? സാറിന് എനിക്ക് പെങ്ങളുണ്ട്, എല്ലാവർക്കും ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയുള്ളൊരു ആ സ്ത്രീ നേരത്തെ സംസാരിച്ചത് നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാൻ പറ്റാതെ ഒരു സ്ത്രീ, അമ്മയല്ല ആ സ്ത്രീ, ഒരു അമ്മയല്ല, നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അവരവരുടെ അഭിപ്രായമായി കണക്കാക്കിയാൽ മതി, അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ വ്യക്തിപരമായി എടുക്കേണ്ടതില്ല. ശ്രീ ഷൈജു, അങ്ങനെ നമ്മൾ അങ്ങനെ കരുതേണ്ട. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം കാണുമല്ലോ. എല്ലാവരും ഒരേ തരത്തിൽ അഭിപ്രായം പറയണമെന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ വ്യക്തിപരമായി ഒരാളെ ആക്ഷേപിച്ച് പറയണ്ട, അല്ലാതെ പറയും. അതെ, വ്യക്തിപരമായിട്ട് ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ താങ്കൾ ഈ വിഷയത്തിന്റെ ഇതിൽ നിന്ന് സംസാരിക്കും. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത് തന്നെ നമ്മളെ ജുഡീഷ്യലിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്നാണ് എന്റെ കണ്ണൂരിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. സുബീറാണ്, വയനാട് നിന്നാണ് വിളിക്കുന്നത്. സുബീർ, താങ്കള് പൊതുവേദിയിൽ ഇടയ്ക്ക് വിളിക്കുന്ന ആളാണോ അതോ പുതുതായി വിളിച്ചാണോ ഇപ്പോൾ? ഞാനിത് കണ്ടപ്പോ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് സാർ, അപ്പൊ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നതാണ്. ശരി സുബീർ, വയനാട് എവിടെയാണ്? വയനാട് അമ്പലവയൽ. എവിടെയാണ്? അമ്പലവയൽ. ഓക്കെ, ശരി, ഓക്കെ. സാർ, ഞാൻ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോ ഈ മാധ്യമ പ്രവർത്തകരെ എല്ലാരും കുറ്റം പറയുന്നുണ്ട്. ഈ മാധ്യമ പ്രവർത്തനം ഇല്ലെങ്കിൽ ഇത് ആരും അറിയില്ല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട് സാർ. അത് സ്വാഭാവികമായ ആളുകൾക്ക് ഏറ്റവും എളുപ്പം അവരുടെ പാർട്ടിയെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് എതിരാണ് നിങ്ങളെന്ന് പറയുക. അപ്പോൾ പൊതുവെതിരായാലും എല്ലാ പാർട്ടിക്കാരും വന്ന് നമുക്കെതിരെയൊക്കെ തന്നെ ഇതേ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാം. മാധ്യമങ്ങളില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ 90% കൊലപാതകങ്ങളും സാധാരണ മരണമായി മാറും. കേരളത്തിൽ നടക്കുന്ന അഴിമതിയിൽ 90% അഴിമതി അല്ലാത്ത സാധാരണ ഒരു നാട്ടു നടപ്പായി മാത്രം മാറും. മാധ്യമങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്, എത്രയൊക്കെ മാധ്യമങ്ങളിലേക്ക് വീഴ്ചകളുണ്ടെങ്കിലും മാധ്യമങ്ങളുള്ളത് കൊണ്ടാണ് ഇത്തരം അഴിമതികളും കൊലപാതകങ്ങളും ഇത്തരം വൃത്തികേടുകളും ഒക്കെ പുറത്തു വരുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയില്ല. അതേപോലെ തന്നെ സാറ് ഇന്ന് ഇതേപോലെ തന്നെ ഈ ഇത്രയും രാഹുൽ ഒളിവിലാണ്. കാരണം ഒളിവിൽ പോലീസിനെ പേടിച്ചിട്ടല്ല, മാധ്യമ പ്രവർത്തകരെ പേടിച്ചിട്ടാണ്. ശരി, സുബീർ. രാഹുൽ മാങ്കൂട്ടം ഇത്രയും വലിയ തെറ്റുകൾ ചെയ്തിട്ട് ഇങ്ങനെ നല്ല പ്രവർത്തകനും നല്ല എല്ലാവിധ കാര്യങ്ങളിലേക്ക് ഓടിച്ചെല്ലുന്ന മനുഷ്യൻ ഈ ഒരു ആവശ്യത്തിൽ ഒരിക്കലും ഒളിയിൽ പോകേണ്ട ഒരു കാര്യമില്ല. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ പാലക്കാട് തന്നെ അദ്ദേഹത്തിന് നിൽക്കാമായിരുന്നു.
എന്തുകൊണ്ട് ഈ ഒളിവിൽ പോയത്? തെറ്റ് ചെയ്യാതെ ആരും ഒളിവിൽ പോയില്ലല്ലോ. അത് തന്നെയാണ് ചോദ്യം ശ്രീ സുബീർ. പ്രത്യേകിച്ച് സാധാരണ ഒരു മനുഷ്യൻ പോലീസിനെ പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പോവാം. പക്ഷേ ഒരു ജനപ്രതിനിധി ഇത്ര വീറോട് കൂടിയൊക്കെ വാദിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ ഒളിവിൽ പോകുമ്പോൾ ആളുകൾ സ്വാഭാവികമായും സംശയിക്കും. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഈ ഒരു ദിവസം പൊതുവെ തുടങ്ങിയാൽ 1 മണിക്കൂറും താങ്കൾ എന്നെ വെറുതെ ഇരുന്ന് ചർച്ച എടുത്തിട്ട് വെറുതെ ഇരുന്ന് സംസാരിച്ചിട്ട് ജയകുമാർ, താങ്കളാണോ ഈ ഇതിൽ കുറച്ച് കമന്റുകളൊക്കെ ഇട്ടിരിക്കുന്നത്? അതിൽ 4 പേര് വരുന്നുണ്ട്. ഏതൊക്കെ കമന്റ് ആണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇത് വിളിക്കുന്നതിൽ 3 പേര് വരുന്നുണ്ട്. അതിൽ ഏതൊക്കെ കമന്റ് ആണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അല്ല, ജയകുമാർ SS4LC എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്നത്. 4 പേര് ഇതിൽ കമന്റ് ഇടുന്നുണ്ട്, 3 പേര് വിളിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ് എന്റെ ഭാഷ? അഭ്യമല്ലാത്ത ഒരു ഭാഷയിൽ ഞാൻ ഉപയോഗിക്കാം. ഞാൻ ചോദിച്ചാണ്, താങ്കളാണോ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. നല്ല ഭാഷയിൽ കൊള്ളുന്ന ഭാഷയിൽ ഞാൻ എഴുതും. ഒരു അനാവശ്യ വർത്താനോ ഒരു ചെറു വർത്താനോ എന്റെ ഭാഷയിൽ വരില്ല. ഈ SS4LC എന്ന് പറയുന്നത് താങ്കളാണോ? അത് ഞാൻ അത് നോക്കില്ല, നോക്കാം. ഞാൻ ഇപ്പൊ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കണം, നോക്കാം. ശരി, ഓക്കെ, പറഞ്ഞോളൂ. അത് ഞാൻ അത് കണ്ടില്ല. അതിലിപ്പോ എന്തോ ഒരു കോഡ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. താങ്കൾ പറഞ്ഞോളൂ. സാറേ, ഈ ന്യൂസ് 18 ഇവിടുത്തെ സുപ്രീം കോർട്ട്? താങ്കളാണോ ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അല്ല, ഈ ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിലൊന്നും പരാതി വന്നിട്ടില്ല. നിങ്ങൾ 29 ദിവസം ചർച്ച ചെയ്തത് പരാതി വരാതെയാണ്. പിന്നെ ഒരു ദിവസം ചർച്ച ചെയ്ത് ഇന്ന് കേസ് കൊടുക്കുമെന്നും പറഞ്ഞാണ്. പിന്നെ ഈ ഒരാഴ്ച ചർച്ച ചെയ്ത് കേസ് കൊടുത്തു എന്ന് പറഞ്ഞാണ്. നേരത്തെ ഒരു സ്ത്രീ വിളിച്ചത് അവരമ്മയായതുകൊണ്ടാണ് പറഞ്ഞത്. അവരെ വീട്ടിൽ നിന്ന് ഒരു മക്കളെയും വിളിച്ചാൽ വല്ല സംഘത്തിന് പോകില്ല. ഈ കമന്റ് ഇട്ടത് ഞാനാണ് ആദ്യം. എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാലും പോകില്ല. ജയകുമാർ, ഒരു ചെറിയ കാര്യം മനസ്സിലാക്കുക. താങ്കൾ ഇത്തരം വിഷയങ്ങളിൽ എൻ്റെ വീട്ടിൽ നിന്നോ താങ്കളുടെ വീട്ടിൽ നിന്നോ അല്ല വിഷയം. ഏത് സ്ത്രീയും ഏത് സമയത്തും ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള സാഹചര്യം എപ്പോഴുമുണ്ട്. അത് ഭാഗ്യം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഒക്കെ ഒഴിവായി പോവുകയാണ്. സമൂഹത്തിൽ അത്തരം വൃത്തികെട്ട ആളുകൾ, അത്തരം വൃത്തികെട്ട ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകൾ, അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ എല്ലാ സമൂഹത്തിലുമുണ്ട്, ഏറെയും കുറഞ്ഞും. അവരൊക്കെ ഈ തരം കിട്ടിയാൽ സ്ത്രീകളെ ആ തരത്തിലാക്കരുത്. അതിന് പ്രായം പോലും വിഷയമല്ല. നമ്മളുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാളോ ബലാത്സംഗത്തിന് ഇരയായില്ല എന്ന് കരുതി ബലാത്സംഗത്തിന് ഇരയാവുന്നവരൊക്കെ ഏതെങ്കിലും മോശപ്പെട്ട പ്രവർത്തിക്കൊണ്ട് ബലാത്സംഗത്തിന് ഇരയായി എന്ന് വാദിക്കുന്നത് ശരിയല്ല എന്നാണ് പറയാനുള്ളത്. ഈ കേരളത്തിലെ ജനങ്ങളെയാണോ താങ്കൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത്? ഇത് 1-2 ദിവസമാണ്. ഡെയിലി ബലാത്സംഗം ചെന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നെ ബലാത്സംഗം ചെയ്ത് താങ്കൾക്ക് ഇത് മനസ്സിലായിക്കൂടെ? ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പ്രചരണം കൊണ്ടുവരുന്നത്? ഇന്നലെ ഒരു സഖാവിന്റെ പുത്രിയെ നടുറോഡിലിട്ട് ഒരു സഖാവ് പുത്രൻ ഉപദ്രവിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിന് കേസെടുത്തിരിക്കുന്നു. ആരാ? ആ പെൺകൊച്ചിന്റെ തന്തയുടെ പേരിന് കേസെടുത്തിരിക്കുന്നു. ഇതൊന്നും ന്യൂസ് 18 അറിയുന്നില്ലെന്നാണ് ഞാൻ എനിക്കറിയില്ല ആ വാർത്തയെ കുറിച്ച്. എന്താ പൊന്ന് സാറേ, ജയകുമാർ, ഇന്ന് ഈ കേരളത്തിലെ പത്രങ്ങളൊക്കെ താങ്കൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും കിട്ടുമല്ലോ, അല്ലെങ്കിൽ ചാനലുകളുടെ എല്ലാം ഓൺലൈനുകൾ കിട്ടുമല്ലോ. അപ്പോൾ അതിലെല്ലാം താങ്കൾ പരിശോധിക്കും. ഞാൻ അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടില്ല. ഇനി ഏതെങ്കിലും 1-2 സ്ഥലത്തോ അങ്ങനെ ചെറുതായിട്ട് എവിടെയെങ്കിലും വന്നു ഞാൻ എനിക്കറിയില്ല. പക്ഷെ അതുപോലത്തെ ഒരു വിഷയമല്ല കേരളത്തിലെ ഒരു ജനപ്രതിനിധി ഇത്ര മോശപ്പെട്ട പ്രവൃത്തി കാണിക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തേ മതിയാവൂ. ഇവിടെ ഇടതുപക്ഷത്തുള്ള ഒന്നും ജനപ്രതിനിധി അല്ലേ? ഈ 16 പേരെ ഹെൽമെറ്റ് വെച്ചോണ്ട് പോവാ, റെയിൻകോട്ട് ഇട്ടോണ്ട് പോവാ, മൂന്നാറിൽ പോകാമോ എന്നൊക്കെ ചോദിച്ചു. ആർക്കെതിരെ കേസുണ്ടോ? ഏതെങ്കിലും പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും പെൺകുട്ടികൾ പുറത്തു വന്നിട്ട് എന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു MLA അല്ല നിൽക്കൂ ജയകുമാർ അങ്ങനെ പറഞ്ഞു പോകരുത്. നിൽക്കൂ, ഒരു മിനിറ്റ് നിൽക്കൂ ജയകുമാർ, ഞാൻ ചോദിക്കട്ടെ. ജയകുമാർ ഒന്ന് കേൾക്കൂ. കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് കേരളത്തിലെ ഒരു MLA കുറിച്ച് ഈ താങ്കൾ ഈ പറഞ്ഞ രീതിയിലുള്ള ആരോപണം പരസ്യമായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ഒക്കെ രഹസ്യമായി അവിടെ ഇവിടെയും ഒക്കെ പറയുന്നത് കേട്ടിട്ട് അതെല്ലാം ആരോപണമാണെന്ന് പറഞ്ഞ് അതെല്ലാം ഒരാൾക്കെതിരെയാണെന്ന് പറഞ്ഞ് സങ്കല്പിക്കാനും അതൊന്നും വാർത്ത കൊടുക്കാനും പറ്റില്ല. അതല്ല ഞങ്ങളുടെ പണി. അത് കൊതിയുടെയും പറയാന്ന് പറയും. അതിന് അപ്പൊ നിങ്ങളെ പണി മാത്രം പറഞ്ഞിട്ട് പോകരുത്. ഇത്ര നേരം ഞാൻ കേട്ടോണ്ടിരുന്ന രഹസ്യമായിട്ടല്ല. താങ്കൾ ഇത് ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? രഹസ്യമായിട്ടാണോ? സ്വപ്നം എന്ന് ഈ പറഞ്ഞ അത്രയും എല്ലാ നേതാക്കന്മാരെയും പേരെടുത്ത് പറഞ്ഞ രഹസ്യമായിട്ടാണോ? സ്വപ്നം പറഞ്ഞതിന്റെ കാര്യത്തിലൊക്കെ കേസ് അന്വേഷണം നടക്കുന്നില്ലേ? ഗണേശന്റെ കവാലക്കുറ്റിയിൽ ജനം നോക്കി നിൽക്കുക. TV കൂടെ അടിച്ചത് നോക്കി നിൽക്കേ. ഞാൻ കണ്ടിട്ടില്ല TV കൂടെ ആരും അടിച്ചത്. താങ്കൾ ഇതൊന്നും കാണില്ല. അല്ല, ഞാനും കണ്ടിട്ടില്ല, ജയകുമാറും കണ്ടിട്ടില്ല. ഞാനും ജയകുമാറും കണ്ടിട്ടില്ല. പരസ്യമായി ഗണേശന്റെ കവാലക്കുറ്റി ആരും അടിക്കുന്നത് ഞാനും ജയകുമാറും കണ്ടിട്ടില്ല. ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്നാ ജയകുമാർ പരസ്യമായി അടിക്കുന്നതിന്റെ ആ വീഡിയോ എനിക്കൊന്ന് അയച്ചു തരൂ. ഒന്ന് അയച്ചു തരൂ ജയകുമാർ.
ഇതിങ്ങനെ ഇട്ട് നോക്കണം. ഏത് ഞാൻ എത്രണ്ണം അയച്ചെന്ന് ജയകുമാർ ഒന്ന് അയച്ചു തരൂ. ഞാൻ പറഞ്ഞല്ലോ താങ്കളൊന്ന് അയച്ചു തരൂ. ഒരു ചിത്രമുണ്ട്, ആ ചിത്രം കണ്ടിട്ട് നമ്മൾ ഇതാണെന്ന് പറയുന്നു. ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടാൽ സ്വാഭാവികമായും പരാതിയാവും. അതിനപ്പുറത്തേക്ക് പരസ്യമായി താങ്കൾ കള്ളം പറയുകയാണ്. പരസ്യമായി ചാനലുകളുടെ മുന്നിൽ വെച്ച് കവാലക്കുറ്റി കടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ വിഷ്വലൊന്നും ഇട്ടാ എന്റെ പൊന്നു സാറേ, ജയകുമാറെ ഇത് തന്നെ പറയാനുള്ളൂ. എന്റെ പൊന്നു ജയകുമാറെ, കള്ളം പറയുമ്പോൾ ഒരു ലേശം ഉളുപ്പ് വേണം. അതാണ് താങ്കളുടെ പറയാനുള്ളത്. എനിക്ക് ആ ഭാഷ ഉപയോഗിക്കാൻ വയ്യാത്തോണ്ടാണ് ഞാൻ ഇതുവരെ മിണ്ടാത്തത്. അല്ല, അത് തന്നെ വേണം. താങ്കൾ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഇടത് നേതാക്കൾക്കെതിരെയൊക്കെ ഇങ്ങനെയൊക്കെ പറയും. താങ്കൾക്ക് പറയാൻ കഴിയുന്ന എത്രയോ പേരുണ്ട്, അവർക്കെതിരെ പറഞ്ഞോളൂ. അല്ലാതെ സമൂഹത്തിൽ പരാതി ഇല്ലാത്ത വിഷയങ്ങൾ പറയാൻ കഴിയില്ല. സ്റ്റാർട്ടിങ്ങിൽ താങ്കളോട് ഈ ഭാഷ ഞാൻ ഉപയോഗിച്ചേനെ. എന്തുകൊണ്ടെന്നറിയാം, എനിക്കത് പറയാനായിട്ടൊരു മടിയുണ്ട്. താങ്കൾക്ക് ഇത് ഉപയോഗിക്കാം. അല്ല, എനിക്ക് ഞാൻ കൃത്യമായി തന്നെ ഉപയോഗിച്ചതാണ്. അങ്ങനെ തന്നെ ചോദിച്ചാണ് ജയകുമാർ. മോശപ്പെട്ട അവസ്ഥയാണ്. താങ്കൾ ഓരോ ദിവസവും പല തവണയാണ് താങ്കൾ ഈ തിരുവനന്തപുരത്തെ ചില നേതാക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് താങ്കൾ പലതും പറയുന്നുണ്ട്. പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ചർച്ചയാക്കും. അല്ലാതെ പരാതിയുമില്ല, ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഊഹാപോഹങ്ങൾ വെച്ച് ചർച്ച ചെയ്യാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. താങ്കൾക്ക് ഉൾക്കൊണ്ടു വന്ന് 100 പ്രാവശ്യം ചോദിക്കേണ്ട സമയം കഴിഞ്ഞു. ശരി ജയകുമാർ, ആയിക്കോ. താങ്കൾക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാം. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ദയവായി പ്രേക്ഷകരോട് ഒരു വിവരം പറയാനുള്ളത്, നമ്മൾ പല കഥകളും പല നേതാക്കന്മാരെക്കുറിച്ചും കേൾക്കും. പല കഥകൾ കേൾക്കുന്നത് മാധ്യമങ്ങൾ വാർത്തയാക്കാനോ ഒരു പൊതുസമൂഹത്തിൽ പറയാനോ ഉള്ളതോ അല്ല. അത്തരം കഥകളൊക്കെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്കും അറിയില്ല, ആ പറയുന്ന ആളുകൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ പരസ്യമായി ഒരിടത്ത് പ്രതികരിച്ചു, ഇങ്ങനെ ഒരു ഒരാൾക്കെതിരെ പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പേര് പറഞ്ഞ് പരാതി പറയാം, അല്ലെങ്കിൽ അവർ പരാതി കൊടുത്തു അങ്ങനെയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ സ്ത്രീയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആരെങ്കിലും പരസ്യമായി ഇങ്ങനെ പരാതി ഉന്നയിച്ചു. ഇതൊന്നുമില്ലാതെ അന്തരീക്ഷത്തിൽ പല കഥകൾ പല നേതാക്കന്മാരെക്കുറിച്ച് ഇല്ലാ കഥകളൊക്കെ കേൾക്കുന്നതിൽ മഹാഭൂരിപക്ഷവും കള്ളക്കഥകളാണ്, ഇല്ലാ കഥകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ച് അപവാദ കഥകൾ പറയുക എന്നുള്ളതൊരു ശീലമാക്കിയ മനുഷ്യർ എല്ലാ പാർട്ടിയിലും, അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല, മിക്ക പാർട്ടികളിലും അത്തരം ആളുകൾ നിരവധി ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്തരം കഥകളെക്കുറിച്ച് വാർത്ത നിങ്ങൾ നൽകാത്തത് എന്ത് എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞങ്ങളെന്നല്ല, കേരളത്തിലെ അന്തസ്സുള്ള ഒരു മാധ്യമങ്ങളും അത്തരം വാർത്തകൾ, മാന്യമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമവും അത്തരം വാർത്തകൾ നൽകാനുമില്ല. ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ കേസില്ലാത്തതിൻ്റെ പേരിൽ വ്യാജ കഥ ഇറക്കിയാൽ അവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബഹുഭൂരിപക്ഷം പേരും പക്ഷേ ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അപൂർവം ചിലരാണ് മറിച്ചുള്ള നിലപാട് സ്വീകരിച്ചത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.